വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതുപോലെ ബെവ്കോ LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ തൊട്ട് ആരംഭിക്കുകയാണ്. പരീക്ഷയുടെ ആ ഒരു ടൈം ആകുമ്പം കുറേ ക്ലാസ് ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല, ഇപ്പോൾ തൊട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തൊട്ട് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇത് ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഇനി കുറച്ച് ദിവസമാണ് നമുക്കുള്ളത്. സെപ്റ്റംബർ 19 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷ ആരംഭിക്കും. അപ്പോൾ ഒരു 50 തൊട്ട് 60 ദിവസം കൊണ്ട് ഇനിയുള്ള സമയം കൊണ്ട് വലുതായിട്ടൊന്നും പഠിച്ച് തീരാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇനിയുള്ള സമയം നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് എങ്ങനെ ഈ ജോലി മേടിച്ചെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം എനിക്ക് ആദ്യം പറയാനുണ്ട്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ ഒരു സിലബസാണ്. 100 ചോദ്യങ്ങൾ, അതിലൊരു 80-ന് മുകളിൽ മാർക്ക് മേടിക്കുക, 80-ന് മുകളിൽ ചോദ്യങ്ങൾ ശരിയാക്കി അത്രയും മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് മാത്രം പഠിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ രീതിയാണെങ്കിലും ഇനിയുള്ള സമയം കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സഹായകമാകത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും കൂടിയാണ് ഞാനിവിടെ റിവിഷനായിട്ട് ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നതും. ഇവിടെ നമ്മുടെ 100 മാർക്കിൻ്റെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഒരു 80 മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 100 ചോദ്യങ്ങളാണല്ലോ 100 മാർക്കിൻ്റെ. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സെക്ഷൻ നമുക്ക് ഈ സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം, GK ആണ്. അതിൽ തന്നെ ഒരു 7 സെക്ഷൻസ് ഉണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണം, ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, കലാസാഹിത്യ സംസ്കാരം. ഈ 7 സെക്ഷൻസാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള. ഇനി തൊട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാൽ ഒരു കാരണവശാലും സിലബസ് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടതുമായിട്ടുള്ള 35 മാർക്ക് അടങ്ങുന്ന 7 സെക്ഷൻസ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 25 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കുകയും വേണം. എന്നാൽ ഇത് മാത്രം വെച്ചുകൊണ്ടിരുന്ന് ഫുള്ളായിട്ട് നമുക്ക് സമയം കളയാനും പറ്റത്തില്ല. ബാക്കി സെക്ഷൻസ് പഠിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞാനിടുന്ന റിവിഷൻ ക്ലാസ്സുകൾ, കുറച്ചായിട്ട് ഇട്ട് പോകുന്ന റിവിഷൻ ക്ലാസ്സുകൾ അന്ന് തന്നെ പഠിച്ച് ആ ഒരു കാര്യങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ആ കാര്യങ്ങൾ സെറ്റാക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാനിതിൻ്റെ സെറ്റ് ഓഫ് കുറച്ച് PDF തരും. ഈ ഒരു നമ്മുടെ കോഴ്സിൽ ഈ ഒരു 35 മാർക്കിൻ്റെ സെക്ഷൻ പക്കായിട്ട് ഇതിലൊരു 25 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ട് മാത്രമായിട്ട് ഒരു സെറ്റ് ഓഫ് PDF നമ്മുടെ കോഴ്സിൽ തരും. കോഴ്സ് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് മേടിച്ച് ഈ സെക്ഷൻസ്, ഈ 35 മാർക്കിൻ്റെ സെക്ഷൻസ് ഉള്ളൂ, ഇത് പഠിക്കാൻ വേണ്ടി ആ PDF മാത്രം ഉപയോഗിച്ച് പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 25 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സെക്ഷൻസ് നമ്മൾ സെറ്റാക്കാൻ പറ്റും. അല്ല, ഈ വീഡിയോയിൽ നിങ്ങൾ യൂസ്ഫുൾ ആക്കി കോഴ്സ് മേടിക്കാൻ പറ്റാത്തൊരു ഇതാണെങ്കിൽ യൂസ്ഫുൾ ആക്കി പഠിച്ചു പോകുക. എന്തായാലും ഈ സെക്ഷൻസ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. ഇത് മാത്രം പഠിച്ചാൽ പോരല്ലോ. ബാക്കിയുള്ളതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. 10 മാർക്ക് വെച്ച് 3 സെക്ഷൻ, ടോട്ടൽ 30 മാർക്ക്. പിന്നെ സയൻസും കറണ്ട് അഫേഴ്സും ഉൾപ്പെടെ ടോട്ടൽ അത്രയും സെക്ഷൻസ് 65 മാർക്കാണ്. ഇതിലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പക്കായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനി പഠിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന സെക്ഷൻസാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. കുറച്ച് അർത്ഥവും മര്യാദയൊക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും. മലയാളം വലിയ സീനൊന്നുമില്ല. 10 മാർക്കിൽ ഭൂരിഭാഗം മാർക്കും നമുക്ക് നൈസായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലുതായിട്ടൊന്നും അറിയാൻ മേലും PSCയുടെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് അറിയാൻ മേലും PSCയുടെ ഇംഗ്ലീഷ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ കുറച്ച് ഗ്രാമറിൻ്റെ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് റൂളൊക്കെ ഉണ്ട്. അത് റൂളൊന്ന് മനസ്സിലാക്കുക, ആദ്യം വായിച്ച് എന്താണ്, അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അതേപടി ചോദ്യം വരും. നമുക്ക് കറക്റ്റായിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഉത്തരം എഴുതാനും പറ്റും. അങ്ങനെ ഗ്രാമർ സെറ്റാണ്. പിന്നെ കുറച്ച് ആൻറ്റോണിംസും സിനോണിംസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വൊക്കാബുലറിയും പിടിച്ച് കൂടെ മെനക്കെട്ട് പഠിച്ചാൽ മതി. ഇംഗ്ലീഷും സെറ്റാണ്. ഇംഗ്ലീഷ് നമുക്ക് മെനക്കെട്ടാൽ ഈ 10 മാർക്കിൽ PSCയുടെ LDC ലെവലുള്ള ഇംഗ്ലീഷ് മേടിച്ചെടുക്കാൻ പറ്റും. സോ ആ 20 മാർക്കായി. മാത്സ് മാത്രം പാടുള്ളവർ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് ഒരു ആവറേജ് മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് കുഴപ്പമില്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് മാക്സിമം മാർക്ക് ഈ മാത്സിൻ്റെ സെക്ഷനിൽ തീർക്കാൻ ശ്രമിക്കണം. ടോട്ടൽ 30 മാർക്കിൽ മാക്സിമം അവിടെ ഇനി തൊട്ട് പഠിച്ചാലും സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കോഴ്സ് മേടിച്ചവർക്ക് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും നോട്ട്സും മാത്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, മലയാളത്തിൻ്റെ കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലഭിക്കും. അത് മേടിച്ചവർ അത് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോയിക്കോളുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സയൻസിലേക്കും കറണ്ട് അഫേഴ്സിലേക്ക് വരുമ്പോൾ സയൻസ് സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ SCERT ബേസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തീർക്കണം. എന്നാൽ കാട് കയറാൻ നിൽക്കരുത്. അങ്ങനെ സമയമില്ല. LDC പരീക്ഷയ്ക്ക് സിലബസ് തീർന്നുകൊണ്ട് നമ്മൾ LCRT ഒക്കെ ബേസ് ചെയ്ത് ചോദിക്കത്തുള്ളൂ. അത് കറക്റ്റായിട്ട് സയൻസ് തീർക്കാൻ ശ്രമിക്കണം. കാട് കയറിയ സയൻസ് തീരത്തില്ല. പക്ഷേ സിലബസ് തീർന്നുകൊണ്ട് പഠിച്ചാൽ നമുക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഒന്നേന്ന് പഠിച്ചാലും തീർക്കാം സയൻസ്. ഈ ജീവശാസ്ത്രവും ഭൗതികശാസ്ത്രവും രസതന്ത്രവും ഒക്കെ കോഴ്സ് മേടിച്ചവർക്ക് അതിനകത്ത് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും നോട്ട്സും സയൻസും നൽകിയിട്ടുണ്ട്. മിസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. സയൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അതങ്ങ് പഠിച്ചാൽ മതി. സയൻസും ആ രീതി സെറ്റാണ്. കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്. ചിലപ്പോൾ 15 മാർക്കൊക്കെ ചോദ്യം വരത്തുള്ളൂ. കറണ്ട് അഫേഴ്സ് വലുതായിട്ടൊന്നും അറിയാമെങ്കിലും കുറച്ച് മാർക്ക് നമുക്ക് അത്യാവശ്യം പത്രങ്ങളിലും TV-യിലും കാണുന്ന കാര്യങ്ങൾ വെച്ച് കുറച്ച് മാർക്ക് കിട്ടും. പക്ഷേ മൊത്തവും കിട്ടത്തില്ല. അതിന് ഡെയിലി കുറച്ചായിട്ട് കറണ്ട് അഫേഴ്സ് വായിക്കണം. പറ്റുന്ന പോലെ കറണ്ട് അഫേഴ്സ് പഠിക്കണം. കറണ്ട് അഫേഴ്സ് മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ തന്നെ പഠിക്കണം. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 65 മാർക്കിൻ്റെ ഈ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ വരുന്ന ഇത്രയും സെക്ഷൻസ് ഉണ്ടല്ലോ,
ഉണ്ടല്ലോ, കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സയൻസ്. ഇത്രയും കൂടെ ടോട്ടൽ 65 മാർക്കാണ്. ഈ 65 മാർക്കിൻ്റെ സെക്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. ആ സെക്ഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസ് പക്കായിട്ട് നിങ്ങൾക്ക് ഏകദേശം തീർക്കാൻ പറ്റിയ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ പറ്റിയ ബാക്കിയുള്ള സെക്ഷൻസ് നിങ്ങൾ വലുതായിട്ട് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ PDF വെച്ച് പഠിച്ചൊരു ആവറേജ് 25-30 വരെ മാർക്ക് മേടിച്ചാലും എക്സാം റിസൾട്ട് വരുമ്പോൾ ജോലി കിട്ടുന്ന ഒരു ലെവലിൽ ഒരു റാങ്ക് നമുക്കുണ്ടാവും. നമുക്ക് 1ാം റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് മേടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പഠന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള GK, ആ 35 മാർക്കിൻ്റെ GK തന്നെ പഠിച്ച് സമയം കളയാതെ അതിനൊരു ക്യാപ്സ്യൂൾ മെറ്റീരിയൽ നമ്മളവിടെ തരുവാണ്. അത് വെച്ച് പഠിച്ചോണം. ബാക്കിയുള്ള സെക്ഷൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്ന സ്റ്റഡി പ്ലാൻ. പ്രാവർത്തികമാകുന്ന ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നമുക്ക് പഠിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ. ചുമ്മാ കുറച്ച് ക്യാപ്സ്യൂൾ, ലാസ്റ്റ് മിനിറ്റ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ട് കാര്യമില്ല. പ്രാവർത്തികമാകണം, നമുക്ക് ഫലപ്രദമായി നേടാൻ വരണം. ആ രീതിയിലാണ് ഈ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഈ 35 മാർക്കിൻ്റെ സെക്ഷനും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ PDF-നോടൊപ്പം അതിന് സഹായിക്കുന്ന വീഡിയോ ക്ലാസ്സുകളാണ് ഇവിടെ റിവിഷൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ ക്ലാസ്സുകൾ ഇവിടെ ഈ ചെയ്തു പോകുന്നത്. അപ്പം ഇത് 1ാമത്തെ ക്ലാസ്സാണ്. ഇനി നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യം പറയും. അതിനു മുമ്പ് ഈ ഒരു പറഞ്ഞ ഈ അത്രയും കണ്ടന്റ് ഉണ്ടല്ലോ, 35 മാർക്കിൻ്റെ PDF-ഉം ബാക്കിയുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനിയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന മെറ്റീരിയൽ, അതെല്ലാം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. VFAയുടെ കോഴ്സ് ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ, ഈ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ, ഇതിൽ നമ്മൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു സെക്ഷൻ മുഴുവനായിട്ട് റിവിഷൻ ചെയ്ത് അങ്ങ് പഠിച്ച് തീർക്കുവാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. 5 സെറ്റ് വിപ്ലവങ്ങളുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതുപോലെ ഇംഗ്ലണ്ട്, പിന്നെ റഷ്യന്, ചൈനീസൊക്കെ ഉൾപ്പെടുന്ന 5 സെറ്റുണ്ട്. ആ 5 സെറ്റുമായി ബന്ധപ്പെട്ട് ഒരു എക്സാം ഓറിയൻറ്റഡായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു 1 മണിക്കൂറിന് മുകളിൽ ലെങ്ത് വരുന്ന ഒരു ക്ലാസ്സിലൂടെ, ഈ ക്ലാസ്സിലൂടെ കുറച്ചായിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് തീർക്കും. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് സ്ക്രീനെ നോക്കിയില്ലേ പോലും കേട്ട് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ മുഴുവൻ ഈ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ കുറച്ചായിട്ട് കേട്ടങ്ങ് മനസ്സിലാക്കി സെറ്റാക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം സെറ്റാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു 500 ചോദ്യങ്ങൾ ഞാൻ ആ കോഴ്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ആ ഒരു ചരിത്രം എന്ന ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ GK 35 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്താണ് GKയുടെ PDF ഇട്ടേക്കുന്നത്. അതിനകത്ത് ചരിത്രം എന്ന ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ ലോക ചരിത്രത്തിന് വേറൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് 500 ചോദ്യങ്ങളുടെ ഒരു PDF ഇട്ടിട്ടുണ്ട്. അത് ചോദ്യങ്ങളാണ്, ഓരോ സെക്ഷനുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് വായിച്ച് വിടുക. അതിനുശേഷം പറ്റുവാണെങ്കിൽ ആ വേൾഡ് ഹിസ്റ്ററിയുടെ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ലെങ്ത് ഉള്ള ഒരു PDF ഉണ്ട്. അതൊരു 2 തവണ ആവർത്തിച്ച് വായിച്ച് ആ പോയിന്റുകളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. വേഗത്തിൽ പഠിക്കണം. ഒരു പേജ് 1 മണിക്കൂറൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. 1 മണിക്കൂറിന് തന്നെ കൂടുതൽ പേജ് മാക്സിമം തീർക്കുന്ന രീതിയിൽ അങ്ങനെ പഠിച്ചുകൊണ്ട്, ഇനി അങ്ങനെ പഠിക്കാനും നമ്മൾ ആ രീതിയിൽ അത് വെച്ച് പഠിക്കുക. കുറച്ച് മേടിച്ചവർ ആ രീതിയിൽ പഠിക്കുക, അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് പഠിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ യൂസ്ഫുള്ളാക്കി കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ്. അല്ലാത്തവർ ഈ വീഡിയോ ക്ലാസ്സൊക്കെ യൂസ്ഫുള്ളാക്കി ഇതനുസരിച്ച് പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. 1ാമത്തെ ക്ലാസ് റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ഒരു 30 രൂപയുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ്. ഈ 30 രൂപ എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ ഒരു 3% ടാക്സാണ്. ടാക്സോട് ഇൻക്ലൂഡ് ചെയ്താണ് തീരാറായി ഈ ഒരു 30 രൂപ വരുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചാലും, ഇപ്പോൾ ഒരു പള്ളിയിൽ ഒരു വലിയൊരു പുരോഹിതം വന്ന് മേടിച്ചാലും, അമ്പലത്തിലൊരു തിരുമേനി വന്ന് മേടിച്ചാലും എല്ലാം ഈ ടാക്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഒരു 300 അല്ല, അതിന് മുകളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലുണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ട് ഫ്രാൻസിൽ ജനങ്ങളെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, അതുപോലെ തേർഡ് എസ്റ്റേറ്റ്. അങ്ങനെ 3 എസ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് എസ്റ്റേറ്റിലാണ് ഈ പുരോഹിതന്മാർ, അതുപോലെ മതപരമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ക്ലർജി എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ വിഭാഗം വരുന്നത്. അവർ രാജാവുമായിട്ട് അടുത്ത് നിൽക്കുന്ന, രാജാവിൻ്റെ ഒരു ശിങ്കടി ലെവലിൽ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരാണ്. അവർ ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഉള്ള ഒരു വിഭാഗമാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് ഈ ജന്മിമാരും അതുപോലെയൊക്കെയുള്ള നോബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗമാണ് വന്നിരുന്നത്. ബാക്കിയുള്ള ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലായിരുന്നു സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്, പിന്നെ അതിനേക്കാട്ടിലും താഴെയുള്ള ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ടാക്സൊക്കെ എല്ലാം കൊടുക്കാൻ വിധിക്കപ്പെട്ട ഏറ്റവും വലിയ, ഏകദേശം ഫ്രാൻസിൻ്റെ 98% പോപ്പുലേഷനും വരുന്ന ആ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനൊന്നും വലുതായിട്ടൊന്നും ടാക്സും കാര്യങ്ങളും ഒന്നുമില്ല. ടാക്സ് മൊത്തവും വരുന്നത് ഈ തേർഡ് എസ്റ്റേറ്റ്. സാധാരണക്കാരില്ലാത്തതിനും ടാക്സ് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നിപ്പം 12 ലക്ഷത്തിന് മുകളിൽ ആനുവൽ ഇൻകം ഉള്ള എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയിൽ പുതിയതായിട്ട് ഉള്ള ഇപ്പോഴത്തെ ഈ ഒരു നിലവിലെ ടാക്സ് നിയമത്തിൽ ടാക്സ് കൊടുക്കണം. അതിപ്പോൾ ഏത് പള്ളിയിലെ പുരോഹിതനാണെന്ന് പറഞ്ഞാൽ, അമ്പലത്തിലെ തിരുവേനിയാണെന്ന് പറഞ്ഞാൽ ആരായാലും ടാക്സ് കൊടുക്കണം. പക്ഷേ അവിടെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം ടാക്സ്, ബാക്കിയുള്ളവർക്ക് ടാക്സ് ഇല്ല. അങ്ങനത്തെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതുപോലെ പല പല കാരണങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള, മതത്തിനെ ഒന്നും ചോദ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. മതത്തിനൊക്കെ എതിരായി എന്തെങ്കിലും പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ലോ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഫ്രാൻസിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ ഈ ഒരു രീതിയിൽ ജീവിച്ച് കൂടുതലായിട്ട് ടാക്സ് കൂടി വരുന്ന ടാക്സും കൊടുത്ത് ദുർഭരണത്തിൽ മുന്നോട്ട് വന്ന രാജാവിനെ അനുസരിച്ച് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഒരു മാറ്റം വേണം എന്ന് ഫ്രാൻസിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിടത്തു നിന്നാണ് ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഫ്രഞ്ച് വിപ്ലവം. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി നമ്മളങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ മിക്ക രാജ്യങ്ങളിലെയും സാഹചര്യം, ഒരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇന്നത്തെ പോലെ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മിക്കയിടത്തും രാജഭരണം എന്നുള്ള പരിപാടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഈ രാജഭരണം അല്ലെങ്കിൽ രാജാവിൻ്റെ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ദൈവം നേരിട്ട് നൽകിയതാണ്, ദൈവദത്തമാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല, രാജാവ് എല്ലാം തീരുമാനിക്കും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു മിക്കയിടത്തും നിലനിന്നിരുന്നത്. രാജാവിന് എന്ത് വേണമെങ്കിലും തീരുമാനം ഒരു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും രാജാവിന് പരമാധികാരമാണ്. ഇപ്പോൾ നമ്മളൊരു രാജ്യം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചവർക്കറിയാം, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് അതിർത്തികൾ ഉണ്ടാവണം, പരമാധികാരം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ചെറിയ മാറ്റം വരുത്തണേ തന്നെ നമ്മുടെ ഇന്ത്യയെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ അറിയാം, പാർലമെൻറ്റിലൊക്കെ യോഗം ചേർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ചർച്ച നടത്തി പല കാര്യങ്ങളിലൂടെയാണ് ഇന്നൊരു തീരുമാനം എടുക്കുന്നത്. അന്ന് പക്ഷേ എല്ലാം രാജാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. രാജാവ് തീരുമാനിക്കുന്നു രാജ്യത്തെ എല്ലാ കാര്യങ്ങളും, അല്ലാതെ വേറെ ആരോടും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് പരിപാടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ രാജാവിന് മാത്രമല്ല, ഈ രാജാവിൻ്റെ കുറച്ച് ശിങ്കിടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പുരോഹിതന്മാർ, പിന്നെ അതുപോലെ ജന്മിമാർ, നോബിൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ലിവറേജ്, രാജാവിൻ്റെ ആയിട്ട് ബന്ധവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് പല കാര്യങ്ങളിലും അവർക്കൊക്കെ ഒരു പ്രത്യേക ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം പവർ കേന്ദ്രീകൃതമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി മതത്തിനെയൊക്കെ എതിർത്ത് ചോദ്യം ചെയ്യാൻ ഒരു രീതിയിലും പറ്റാത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുക, നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യവും അതിനെതിരെ ചോദിക്കാൻ പറ്റത്തില്ല എന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പം ഒരുപാട് തത്വചിന്തകന്മാരുടെയൊക്കെ വാക്കുകളൊക്കെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എപ്പോഴാണ് മാറ്റം വരുന്നത്? ജനങ്ങളെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് മാറ്റം വരുന്നത്. രാജാവിൻ്റെ സ്ഥാനം നൽകുന്നത് ദൈവമാണ് എന്നതിന് തെളിവില്ല. ആ ഒരു സ്ഥാനം നൽകേണ്ടത് ജനങ്ങളാണ്. ജോൺ ലോക്കി എന്ന തത്വചിന്തകൻ്റെ വാക്കുകളാണിത്. അതുപോലെ തന്നെ ജീൻ ജാക്കസ് റൂസോ എന്ന തത്വചിന്തകൻ്റെ വാക്കുകളും ആ കാലയളവിൽ ജനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണെങ്കിലും അവൻ എല്ലായ്പ്പോഴും ചങ്ങലകളിലാണ് എന്നൊക്കെയുള്ള റൂസോയുടെ വാക്കുകളും നല്ല രീതിയിൽ അന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടം, രാജാവിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണം, കുറച്ച് പേരിൽ മാത്രം പവർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റമുണ്ടാകാൻ കാരണമായത് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇനി നമുക്ക് ഫ്രാൻസിലേക്ക് വരാം. ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ലൂയി 16 എന്നൊരു രാജാവിനെ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഈ ഒരു രാജാവിനെ പറ്റി അന്നത്തെ കാലത്തെ ജനങ്ങളിൽ നല്ല മോശം അഭിപ്രായമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ മോശം വളരെ മോശം അഭിപ്രായമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് ജനങ്ങളുടെ കാര്യങ്ങളിലൊന്നും തിരക്കാനൊന്നും നേരമൊന്നുമില്ല. പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഭരിച്ചു പോവുക, പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധം ചെയ്യുക, പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊട്ടാരം മോടി പിടിപ്പിക്കുക, ലക്ഷറിക്ക് വേണ്ടി പണം ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയും നല്ല രീതിയിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. മേരി ആൻ്റോണിറ്റ എന്ന് പറയുന്ന ഈ ലൂയി 16 ഭാര്യ പറഞ്ഞ ഒരു വാക്ക് അന്നത്തെ കാലത്ത് വളരെയധികം ജനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു വിദ്വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബ്രെഡില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നൊക്കെയാണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ള ചെറിയ ഘടകങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ തന്നിഷ്ടപ്രകാരം ഭരിക്കുന്ന ലൂയി 16 എന്ന ഒരു രാജാവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നു, അതുപോലെ ലക്ഷറിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാറ്റത്തിന്
മാറ്റത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ പോലെ രാജാവിന് മാത്രമല്ല രാജാവിൻ്റെ ശിങ്കിടികൾക്കും നല്ല രീതിയിൽ അധികാരത്തിലൊക്കെ ഒരു കൈയുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുരോഹിതന്മാർ, അതുപോലെ തന്നെ ഈ ജന്മിമാർ, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ പവർ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ സാഹചര്യവും ഞാൻ ഈ പറഞ്ഞ പോലെ വിഭിന്നമല്ലായിരുന്നു. അവിടുത്തെ ജനങ്ങളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3 എസ്റ്റേറ്റുകൾ, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ തേർഡ് എസ്റ്റേറ്റിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് പ്രധാനമായും ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നത്. തേർഡ് എസ്റ്റേറ്റിലാണ് സാധാരണയായിട്ടുള്ള ടീച്ചർമാർ, വക്കീലന്മാർ, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗത്തിലുള്ള ആൾക്കാരും, അതുപോലെ തന്നെ ലോവർ ക്ലാസ് എന്ന് പറയുന്ന ഒരു രീതിയിലും വലിയ അധികാരങ്ങളൊന്നും ഇല്ലാത്ത ഈ തേർഡ് എസ്റ്റേറ്റിലെ ഈ ടീച്ചർമാർ, വക്കീലന്മാർ, അങ്ങനെയുള്ള വിഭാഗത്തിൻ്റെ അത്രയും പോലും ഒരു പവർ ഇല്ലാത്ത വളരെ താഴേക്കിടയിലുള്ള ലോവർ ക്ലാസ്സും സ്ഥിതി ചെയ്യുന്നത് ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ടാക്സ് എല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തേർഡ് എസ്റ്റേറ്റും പിന്നെ ലക്ഷറികളെല്ലാം അനുഭവിക്കുന്ന ഒരു രാജാവും ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റിലേക്കൊക്കെ വരുന്ന ഈ പറഞ്ഞ പോലെ പുരോഹിത വർഗവും ജന്മിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഫ്രാൻസിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് പോയപ്പോൾ, രാജാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യുദ്ധവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കടവും കാര്യങ്ങളൊക്കെ രാജ്യത്ത് കൂടി വന്നു. രാജ്യം നല്ല രീതിയിലേക്ക് കടക്കിണിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നോർമലി രാജാവ് എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ടാക്സ് കുറച്ചുകൂടെ കൂട്ടുക. ടാക്സ് കൂട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആർക്കാണ് കൂടുതലായിട്ട് ടാക്സ് വരുന്നത്? ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരിലേക്കാണ് കൂടുതൽ ടാക്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഫ്രാൻസ് നീങ്ങുകയുണ്ടായി. അപ്പോൾ സാധനങ്ങളുടെ വിലക്കയറ്റവും പട്ടിണിയും ക്ഷാമവും ഒക്കെ കാരണം ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. നികുതി കൂട്ടാതെ വേറെ ഒരു രക്ഷയില്ല. ഫ്രാൻസ് പങ്കെടുക്കുന്ന പല യുദ്ധങ്ങളിലും ഫ്രാൻസ് തോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രീതിയിലും നികുതി കൂട്ടാൻ പറ്റാത്ത, നികുതി കൂട്ടാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുന്ന ഫ്രാൻസ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നികുതി കൂട്ടാൻ തയ്യാറെടുക്കുന്ന ഈ ഒരു രാജാവിനും അതുപോലെ തന്നെ ഈ ശിങ്കിടികൾക്കും എല്ലാം മുന്നിലുള്ള മറ്റൊരു കടമ്പ എന്ന് പറയുന്നത് അവിടെ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടണം. നികുതിപരമായിട്ടുള്ള സമ്പ്രദായത്തിൽ വലിയ മാറ്റം വരുത്തണമെങ്കിൽ ഫ്രാൻസിൽ ചെയ്യേണ്ടിയിരുന്ന, ഇന്നത്തെ വേണമെങ്കിൽ പാർലമെൻറ്റ് പോലെയൊക്കെ, പാർലമെൻറ്റുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നിരുന്നാലും ഈ വലിയ സഭകളെല്ലാം ഈ പല വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കണമായിരുന്നു. അതായിരുന്നു അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ തന്നെ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായും ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ടീച്ചർമാരും അഡ്വക്കേറ്റുമാരും ഒക്കെ ഉൾപ്പെടുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ തന്നെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ലോവർ ക്ലാസ് എന്ന് പറയുന്ന കൃഷികളും അതുപോലെ തന്നെ ഫാക്ടറി ജോലികളും ഒക്കെ ചെയ്യുന്ന തീരെ താഴെ തട്ടിലുള്ള ലോവർ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വിഭാഗത്തിൻ്റെ തലയിലായിരുന്നു ഫുൾ ടാക്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പ്രധാനമായും പുരോഹിതന്മാർ, ക്ലർജി എന്ന് പറയും, അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ ജന്മിമാർ, നോബിൾസ്, ആ ഒരു വിഭാഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം തേർഡ് എസ്റ്റേറ്റിൻ്റെ തലയിലാണ്. ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുമ്പോൾ നോർമലി ഇതൊരു പ്രഹസനം തന്നെയാണ് നോർമലി സംഭവിക്കുന്നത്. 3 എസ്റ്റേറ്റുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു 3ാമത്തെ എസ്റ്റേറ്റിലാണ് ഫ്രാൻസിൻ്റെ 98% പോപ്പുലേഷൻ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ഉൾപ്പെടുന്ന ആളുകളിലാണ് ഭൂരിഭാഗം സ്വത്തും ധനവും പവറും കേന്ദ്രീകൃതമായിരുന്നത്. അപ്പോൾ 98% പോപ്പുലേഷനുള്ള ഇവർക്കാണ് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരുന്നത്, തേർഡ് എസ്റ്റേറ്റുകാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് നടക്കുന്ന ആ ഒരു എസ്റ്റേറ്റ് ജനറൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 175 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ നികുതി പരിഷ്കരണത്തിന് വേണ്ടി വിളിച്ചുകൂട്ടാൻ രാജാവ് തയ്യാറാകുന്നത്. അങ്ങനെ 1789 മെയ് 5-ാം തീയതി രാജാവ് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 175 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇപ്പോഴേയും പോലെ സുഗമമായിട്ട് കാര്യങ്ങൾ നടന്നില്ല. ചെറിയൊരു ട്വിസ്റ്റ് ആ ഒരു എസ്റ്റേറ്റ് ജനറൽ സംഭവിച്ചു. അങ്ങനെ ഈ 1789 മെയ് 5-ാം തീയതി കൂടിയ എസ്റ്റേറ്റ് ജനറൽ ഒരു മാറ്റം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നോർമലി എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുമ്പോൾ 3 എസ്റ്റേറ്റുകളായിട്ടാണ് ജനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. 98% പോപ്പുലേഷനും തേർഡ് എസ്റ്റേറ്റിലാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും ഈ തേർഡ് എസ്റ്റേറ്റിനും ഒറ്റ വോട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് എസ്റ്റേറ്റിനും ഒരു വോട്ട്, ഫസ്റ്റ് എസ്റ്റേറ്റിനും ഒരു വോട്ട്. ഈ ഫസ്റ്റ് എസ്റ്റേറ്റിനും സെക്കൻഡ് എസ്റ്റേറ്റിനും പ്രത്യേകിച്ച് ടാക്സും
ടാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് മുഴുവൻ തേർഡ് എസ്റ്റേറ്റ് തന്നെയാണ്, അവരുടെ തലയിലേക്ക് തന്നെയാണ് വരുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ പുരോഹിതന്മാരും ജന്മിമാരും ഒക്കെ രാജാവിൻ്റെ അടുത്ത ആൾക്കാർ തന്നെയാണ്. രാജാവിൻ്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് ഇവന്മാരുടെ തീരുമാനവും. സോ ഈ രാജാവ് ടാക്സ് കൂട്ടണം എന്ന് പറഞ്ഞാൽ നോർമലി ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അനുകൂലിക്കുകയല്ലേ ചെയ്യുന്നത്. തേർഡ് എസ്റ്റേറ്റ് എന്ത് തീരുമാനം എടുത്താലും ഒരു വോട്ടിന് 2 എന്ന രീതിയിൽ ആ ഒരു രാജാവിൻ്റെ തീരുമാനം തന്നെയാണ് പ്രാവർത്തികമായി നടപ്പിലാകാൻ പോകുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ്. സോ ഇതൊരു പ്രഹസനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 1789 മെയ് 5-ാം തീയതി ചേർന്ന ഈ ഒരു എസ്റ്റേറ്റ് ജനറലിൽ രാജാവിൻ്റെ ഒരു ചിന്താഗതിക്ക് വിപരീതമായിട്ട് ഒരു പരിപാടി നടന്നത്. തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞു, ഇനി ഈ പഴയ പോലുള്ള പരിപാടി നടക്കത്തില്ല, ഈ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിലുള്ള പരിപാടി നടക്കത്തില്ല, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ ഈ വേറെ സ്റ്റേറ്റുകളിലെ മറ്റുള്ള എസ്റ്റേറ്റുകളിലെ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും ആയിട്ട് ആലോചിച്ച് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നൽകണം. ആ രീതിയിലാണ് പരിപാടികൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞു. രാജാവിനിത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ രാജാവ് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് എസ്റ്റേറ്റുകളിലെ അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരെയും കൂടെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കുമെന്ന് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ അങ്ങ് പറയുകയുണ്ടായി. ഇതാണ് സംഭവിച്ച ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പരിപാടികൾ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ നൈസായിട്ട് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ തിരിഞ്ഞത്. ഈ ഒരു തിരിച്ചടി രാജാവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സോ രാജാവ് എന്ത് ചെയ്തു, ഈ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് നടത്തുന്ന ഹോൾ അങ്ങ് പൂർണ്ണമായിട്ടും അടച്ചിട്ടു, ലോക്ക് ചെയ്തു വെച്ചു. അപ്പോൾ ഇതിൽ പ്രകോപിതരായ ഈ തേർഡ് എസ്റ്റേറ്റിലെയൊക്കെ ജനങ്ങൾ അവിടുത്തെ ആ ഒരു ടെന്നീസ് കോർട്ടിൽ സംഘമായിട്ട് ചേർന്ന് അവിടെ ഒരു സംഘം രൂപീകരിച്ചു. അതാണ് നാഷണൽ അസംബ്ലി. അപ്പോൾ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ രൂപീകൃതമായിട്ടുള്ള ഈ ഒരു സംഘം, ഈ ഒരു നാഷണൽ അസംബ്ലി പറഞ്ഞ ഒരു ആവശ്യമെന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമാകുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കണം. അത് തയ്യാറാക്കുന്നത് വരെ ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത തീരുമാനങ്ങൾ അവരെടുക്കുകയുണ്ടായി. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. 1700 ജൂൺ 20-ാം തീയതിയാണ് ഈ ഒരു ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ രൂപീകൃതമായിട്ടുള്ള നാഷണൽ അസംബ്ലി ഭരണഘടന നിർമ്മിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ള ആശയം തന്നെയാണ്. എന്ന് വെച്ചാൽ രാജാവിന് അധികാരമില്ലാത്ത ഒരു സിസ്റ്റമൊന്നുമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത് രാജാവിന് അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കും അധികാരമുള്ള ഒരു ഭരണവ്യവസ്ഥിതി, അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഭാഗത്തു നിന്നും ചെറിയൊരു രീതിയിൽ അതിനൊരു അനുവാദം എന്ന രീതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുവാണ്. എന്നിരുന്നാലും ഇവരുടെ ഈ ഒരു നാഷണൽ അസംബ്ലിയുടെ പോക്ക് രാജാവ് അത്ര നല്ല രീതിയിൽ അതിലൊരു തൃപ്തനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാജാവ് ഇതിനെ ഒരു ഭംഗം വരുത്തുന്ന രീതിയിൽ ആർമിയൊക്കെ നല്ല രീതിയിൽ വിന്യസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും രാജാവ് ഞാൻ തന്നെയാണ്, അധികാരം ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ വേണമെന്ന് വെച്ചാൽ ഇതിനെ എല്ലാം അടിച്ചമർത്തി ഇതെല്ലാം ഇല്ലാതാക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളും പരിപാടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ കൂടി വന്നപ്പോൾ ഈ ജനങ്ങളും ഈ നാഷണൽ അസംബ്ലിയും തിരിച്ച് തങ്ങൾക്കും അധികാരമുണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തിരിച്ചൊരു പരിപാടി ചെയ്തു. അങ്ങനെ ഈ ജനങ്ങൾ ബാസ്റ്റിൽ കോട്ട ആക്രമിക്കുകയാണ്. 1789 ജൂലൈ 14-ാം തീയതി ബാസ്റ്റിൽ കോട്ട ആക്രമിക്കുന്നു. ഇതെന്ന് പറയുന്ന ഒരു ജയിലാണ്, കുറച്ച് തടവുകാരും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ടയിലെ ഉദ്യോഗസ്ഥരെയും കാര്യങ്ങളും അങ്ങനെ പലരെയും ഒക്കെ വധിച്ചുകൊണ്ട് ഈ ബാസ്റ്റിൽ കോട്ടയെ ആക്രമിച്ച് അവിടുത്തെ ആയുധങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ പല ചെറിയ തടവുകാരെയൊക്കെ മോചിപ്പിക്കുകയൊക്കെ ചെയ്ത് ബാസ്റ്റിൽ കോട്ടയെ ആക്രമിച്ച ശേഷം ജനങ്ങൾ ഫ്രാൻസിലെ തെരുവിലൂടെ ഒരു ഘോഷയാത്ര നടത്തുവാണ്. 1789 ജൂലൈ 14-ാം തീയതി വളരെയധികം ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ. ഈ ഒരു 1789 ജൂലൈ 14 എന്ന് പറയുന്നത് ബാസ്റ്റിൽ കോട്ട ആക്രമിച്ച ദിവസം. ഇന്നും ഫ്രാൻസിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഈ ജൂലൈ 14-ാം തീയതി തന്നെയാണ്, ഈ ബാസ്റ്റിൽ കോട്ട ആക്രമിച്ച ആ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഭാഗത്ത്
ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷം രാജാവിൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ പ്രകോപനപരമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടാകുന്നില്ല. രാജാവും ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ ഒരു നാഷണൽ അസംബ്ലി ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരാദ്യം ചെയ്തത്, ഈ ജനങ്ങൾ ആദ്യം ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആൾക്കാർ ആദ്യം ചെയ്തത് ജന്മിത്വം നിർത്തലാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സെക്കൻഡ് എസ്റ്റേറ്റിലാണ് ജന്മിത്വവും ജന്മിമാരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡലിസം നിർത്തലാക്കുക എന്നുള്ള നടപടിയാണ് ഇവരാദ്യം ചെയ്തത്. ഈ ജന്മിമാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വന്നിരുന്ന സ്വത്ത് വെച്ച് സുഖമായിട്ട് അവരങ്ങ് ജീവിക്കുക. അവർക്ക് കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പണിയെടുക്കുന്ന ഈ ഒരു കൃഷിക്കാരിൽ നിന്ന് കൂടുതൽ നികുതിയൊക്കെ ഈടാക്കി അവരങ്ങ് നൈസായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു, തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവത്തിന് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവരിലെ പ്രധാനമായും ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് ആണ് ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ജന്മിമാരോട് നല്ല രീതിയിൽ അമർഷവും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ജന്മിമാർ നികുതി പിരിക്കുന്നതും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഈ ജന്മിത്വം ആദ്യമേ തന്നെ ഇവരങ്ങ് നിർത്തലാക്കിയത്. അങ്ങനെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 26 ഇവർ മനുഷ്യാവകാശവുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റിലെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഈ 3 ആശയങ്ങൾ തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ അടിത്തറ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് റവല്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ഈ ഒരു 3 ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വന്ന ഫ്രാൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ ഒരു 3 ആശയങ്ങളുണ്ട്. അപ്പോൾ അന്ന് വരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത, അന്നത്തെ ഒരു രാജ്യത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിരുന്നു അന്ന് തയ്യാറാക്കപ്പെട്ട ആ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന ആ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ്. ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഒന്നും ആയിരുന്നില്ല. അവർ ആ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ മെന്നിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, പുരുഷന്മാരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന് തുല്യമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും അവർ സിറ്റിസൺസ് ആയിട്ടൊന്നും കണക്കാക്കിയിരുന്നില്ല. ടാക്സ് കൊടുക്കുന്നവർ, ഇത്ര പ്രായത്തിന് മുകളിൽ ഉള്ളവർ, അങ്ങനെ കുറേ നിലവാരത്തിലാണ് ഇവർ ഉള്ളവരെയാണ് സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് തേർഡ് എസ്റ്റേറ്റിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. മിഡിൽ ക്ലാസ് മാത്രമല്ല, തേർഡ് എസ്റ്റേറ്റിൽ വേറൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലോവർ ക്ലാസ് എന്ന് പറയുന്ന വലിയ രീതിയിൽ അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്ന ഫാക്ടറി വർക്കുകളും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ഒരു വലിയ വിഭാഗം ആൾക്കാരും ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി 1791 ഫ്രാൻസിന് ആദ്യമായിട്ടുള്ള ഒരു ഭരണഘടന നിലവിൽ വരുവാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനോട് നല്ല രീതിയിൽ എതിർപ്പും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെവിക്കൊള്ളുന്നില്ല എന്ന രീതിയിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വന്നു. അങ്ങനെ ഈ തേർഡ് എസ്റ്റേറ്റിലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ, ഈ പറഞ്ഞ ലോവർ ക്ലാസ്സിലെ ഒരു വിഭാഗം ആൾക്കാർ, ജെറോണ്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനെതിരെ റിബല് പോലെ തിരിയുകയാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, തേർഡ് എസ്റ്റേറ്റിൽ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ പൊതുവെ മറ്റേ മിഡിൽ ക്ലാസിൻ്റെ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അവരും തിരിച്ചറിഞ്ഞ് അവർ ഇതിലേക്ക് വരുവാണ്. അവർ നോക്കുമ്പോൾ രാജാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് അവകാശമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വിപ്ലവം ഇനിയും മുന്നോട്ട് പോകണം, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം കിട്ടണം എന്ന രീതിയിൽ അവരും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെ ഒരു റിബലായിട്ടുള്ള പരിപാടി അവിടെ ഉദയം ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു വിഭാഗം ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരമുണ്ടാവുകയാണ്. ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 1792 ഒരു ഇലക്ഷൻ നടക്കുകയും ആ ഒരു ഇലക്ഷനിൽ റാഡിക്കലായിട്ടുള്ള ഈ ഒരു വിഭാഗം അങ്ങനെ അധികാരത്തിലേക്ക് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജാക്കോബിൻസും ജെറോണ്ടിസ്റ്റും പോലുള്ള റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഉദയം ആ രീതിയിൽ ഉണ്ടാവുകയാണ്. ഇവർ അധികാരത്തിലേക്ക് വരുവാണ്. ഇവർ അധികാരത്തിലേക്ക് വന്ന ഉടനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം റൈറ്റ് ടു വർക്ക്, അതുപോലെ റൈറ്റ് ടു ഫുഡ്, അങ്ങനെയുള്ള അവകാശങ്ങൾ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്താണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും എല്ലാം ഈ ഒരു ഭരണമാറ്റവും അവിടുത്തെ ആ ഒരു സ്ഥിതിഗതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രാൻസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ രാജ്യങ്ങളിലേക്കും വന്നേക്കാം. രാജഭരണമൊക്കെ ഈ ഒരു രീതിയിൽ രാജാവിൻ്റെ അധികാരമൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ഫ്രാൻസിലെ പോലത്തെയൊക്കെയുള്ള സിറ്റുവേഷൻ ഇനി വന്നേക്കാമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇതിൻ്റെ
ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു ആക്രമണം ഫ്രാൻസിലേക്ക് വരുവാണ്. ഈ ഓസ്ട്രിയയിലെ രാജാവ് നമ്മുടെ ലൂയി 16 ഒരു ഭാര്യയുടെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടായാൽ ഇപ്പോൾ നിലവിലുള്ള ഫ്രാൻസിലെ ഈ ഒരു ഭരണവ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം വന്ന് അതിനെ കീഴ്പ്പെടുത്തി പരിപാടികൾ മുന്നോട്ട് പോയാൽ പഴയ രീതിയിൽ തങ്ങൾ രാജാവൊക്കെ ആയിട്ടിരുന്ന പഴയ രീതിയിലുള്ള പരിപാടിയിലേക്ക് ഫ്രാൻസ് പോകുമെന്നൊക്കെ ചിന്തിച്ച് ഒരു മൗന സമ്മതം ഈ ലൂയി 16 ആ ഒരു രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ഈ ഒരു യുദ്ധത്തിന്. പക്ഷേ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നു. ഫ്രാൻസ് ശക്തമായിട്ട് തിരിച്ചടിക്കുകയും പിന്നീട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഭരണവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എന്നാൽ ഫ്രാൻസിനെതിരായി പ്രവർത്തിച്ച ഈ ഒരു രാജാവിൻ്റെ ഈ ഒരു പ്രവൃത്തി മനസ്സിലാക്കിയ ഈ ഒരു റാഡിക്കലായിട്ടുള്ള ഭരണകൂടം രാജാവിനെ തുറുങ്കിലടക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ഒരു രാജഭരണം വേണ്ട, ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജാവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുന്ന ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇവർ ഫ്രാൻസിനെ അങ്ങനെ ഒരു റിപ്പബ്ലിക്കായിട്ട് 1792 ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഈ റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകൾ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച് പിന്നീട് ഈ ഒരു രാജാവിനെയും രാജ്ഞിയെയും അവിടെ വധിക്കുകയാണ് ചെയ്യുന്നത്, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ട്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴുത്തറത്ത് കൊല്ലുന്ന ഒരു ആയുധം ഉപയോഗിച്ചാണ് ഇവർ ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു കൂടുതലായിട്ടുള്ള എക്സ്ട്രീം റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു ഭരണ കാലഘട്ടമായിരുന്നു ഫ്രാൻസിൽ നടമാടിയിരുന്നത്. മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ഈ ഒരു റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു തലവൻ പിന്നീട് കൂടുതൽ അധികാരത്തിലേക്ക് വരുവാണ്. ഈ 1791 നിലവിൽ വന്ന ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടന്ന ഇലക്ഷന് ശേഷം റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞു. അവർ ആദ്യം ചെയ്തത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഈ റൈറ്റ് ടു വർക്കും റൈറ്റ് ടു ഫുഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫ്രാൻസിൽ അവർ നടപ്പാക്കിയത്. പിന്നീട് ഈ പറഞ്ഞ യുദ്ധവും കാര്യങ്ങളും രാജ്യദ്രോഹ കുറ്റമൊക്കെ ആരോപിച്ച് രാജാവിനെയൊക്കെ വധിച്ചതിന് ശേഷം മാക്സിമിലിയൻ റോബോസ്പിയർ എന്ന് പറയുന്ന റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് അധികാരത്തിലേക്ക് വന്ന ആളുടെ ആഹ്വാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെവല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഒരു മോഡറേറ്റ് രീതിയിൽ തുടങ്ങിയ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ആളുകൾ കണ്ടത്. കംപ്ലീറ്റ് റെവല്യൂഷൻ. ഈ ഒരു രാജാവിനെ അനുകൂലിക്കുകയും അതുപോലെ പഴയ രീതിയൊക്കെ അനുകൂലിച്ച് പറയുന്ന ആൾക്കാരെയെല്ലാം വധിക്കുക എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് അവർ പിന്നീട് അങ്ങോട്ട് എടുത്തത്. ആദ്യമൊക്കെ വിചാരണയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിചാരണയൊന്നുമില്ല. എന്തെങ്കിലും അവർ പറയുന്ന അഭിപ്രായത്തിനെതിരായിട്ട് വന്നാൽ വിചാരണ പോലും ഇല്ലാതെ വധിക്കുന്ന ഒരു രീതി. നേരത്തെ രാജാവിനെ വധിച്ച ആ ഒരു ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അന്ന് ഫ്രാൻസിലൊരു പേടി സ്വപ്നമായി മാറി. ഏകദേശം 20,000-ഓളം ആളുകളെയാണ് ഈ 1793-94 കാലയളവിൽ ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1793-94 കാലയളവിനെ റെയിൻ ഓഫ് ടെറർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ ജനങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റാഡിക്കലായിട്ട് മാറുന്ന ഈ ഒരു രീതിയിൽ അത്രയും എക്സ്ട്രീം ആയിട്ട് മാറുന്നതും അത്ര ശരിയല്ല എന്ന് ജനങ്ങൾ പതിയെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ റാഡിക്കലായിട്ടുള്ള പരിപാടി ഇവിടെ ഇനി പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഈ ജാക്കോബിയൻ അല്ലെങ്കിൽ ഈ റോബസ്പിയർ ഗവൺമെൻറ്റിനെതിരെ തിരിയുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു റോബസ്പിയറിനെ പിടികൂടുകയും ഈ 20,000 പേരെയൊക്കെ വധിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേ ഗില്ലറ്റിൻ ഉപയോഗിച്ച് ഈ റോബസ്പിയറിനെ തന്നെ വധിക്കുകയും ചെയ്യുകയാണ് ആളുകൾ. അങ്ങനെ പിന്നീട് ഫ്രാൻസിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി റാഡിക്കലായിട്ടുള്ള പരിപാടി ഇനി നടക്കത്തില്ല, ഇതെല്ലാം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ അവിടെ പിന്നീട് വരുന്നത് വേറൊരു രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഡയറക്ടറേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയ ഒരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരുവാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ഭരണാധികാരി മാത്രമാണ് ഫ്രാൻസിനുള്ളത് എന്നുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്നൊക്കെയുള്ള പരിപാടി മാറ്റി 5 ഡയറക്ടർമാരാണ് ഇതിനകത്ത് ഒരു ഹൈ പവർ എന്ന രീതിയിൽ വരുന്നത്. ആ 5 ഡയറക്ടർമാരിൽ തന്നെ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ലെഫ്റ്റ് വിങ് റിപ്പബ്ലിക്കൻ ആശയങ്ങൾ ഒക്കെ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള വിഭാഗം ആൾക്കാരും അതുപോലെ തന്നെ കുറച്ച് പേര് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി രാജഭരണമായാലും കുഴപ്പമില്ല, അതിലെ കുറച്ച് രീതികളാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു 2 വിഭാഗത്തിലെയും ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു 5 ഡയറക്ടറേറ്റ് അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വന്നത്. അതിൽ തന്നെ പിന്നീട് അങ്ങോട്ട് ഗ്രാജുവലി ഈ റൈറ്റ് വിങ്ങിലെ ആൾക്കാർ കൂടുതലായിട്ട് വന്നു. റൈറ്റ് വിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ രാജഭരണത്തെയൊക്കെ അനുകൂലിക്കുന്ന രാജാവിൻ്റെ രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു വിഭാഗം. റൈറ്റ് വിങ്ങിലെ ആൾക്കാർ കൂടി വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ലെഫ്റ്റ് വിങ്ങിലെ ആൾക്കാർ കൂടാൻ സമ്മതിക്കത്തില്ല. അവർ റൈറ്റ് വിങ്ങിലെ തന്നെ കൂടുതൽ ആൾക്കാരെ ഇതിൽ
സാഹചര്യത്തിലേക്ക് ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ആ ടൈമിൽ ഫ്രാൻസ് വിവിധ കോളനികളിലൊക്കെ യുദ്ധങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ മിലിറ്ററിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഒരു രാജാവ് എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരുന്നത്. യുദ്ധങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഫണ്ട് ചെയ്യുന്നു, മിലിറ്ററിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഈ ഡയറക്ടറേറ്റ് സിസ്റ്റം പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു 1799 ആയപ്പോൾ ഈ പറഞ്ഞ ഡയറക്ടറേറ്റ് സിസ്റ്റത്തിലെ ഡയറക്ടർമാരോടൊക്കെയുള്ള ജനങ്ങളുടെ ഒരു ഇതൊക്കെ കുറഞ്ഞു വരികയും അവരുടെ ഒരു വാല്യൂ കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആ ഒരു സമയത്താണ് മിലിറ്ററി ജനറലായ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കുറച്ച് ജനപ്രീതി കൂടുതലായിട്ടൊക്കെ വരുന്നത്. ഇത് മനസ്സിലാക്കിയ ഈ ഡയറക്ടേഴ്സ് നെപ്പോളിയനെതിരെ തിരിയുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നെപ്പോളിയൻ, അദ്ദേഹം ഒരു യുദ്ധതന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളി ഈ രാജ്യത്തെ ഒരു സൈനിക അട്ടിമറിയിലൂടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഫ്രാൻസിൻ്റെ ഒരു കൗൺസിൽ എന്ന രീതിയിൽ നെപ്പോളിയൻ്റെ ഒരു ഭരണം വരികയും ഗ്രാജുവലി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ 1804 ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പദവി തന്നെ എംപറർ എന്ന രീതിയിലേക്ക് അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള രാജഭരണം മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് വീണ്ടും ഒരു രീതിയിൽ ഒരു രാജഭരണത്തിലേക്ക് തന്നെയാണ് ഫ്രാൻസ് ഏറ്റവും ലാസ്റ്റ് എത്തിച്ചേർന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ അവസാനം, അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ ഈ ഒരു അധികാരം ഏൽക്കുന്ന ഈ ഒരു പരിപാടിയോടുകൂടി തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിച്ചു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നെപ്പോളിയനെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അന്തകൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയങ്ങൾ, മറ്റേ ജനാധിപത്യപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുൻനിർത്തി പരിപാടികൾ തുടങ്ങിയിട്ട് ലാസ്റ്റ് രാജഭരണത്തിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ പരാജയമാണെന്ന് ഈ ഒരു രീതിയിൽ അവസാനിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം. കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാലും ലോകം ചരിത്രം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിപ്ലവമായിരുന്നു. ഭരണമാറ്റം, രാജഭരണം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, രാജഭരണത്തെ തന്നെ അട്ടിമറിക്കുന്ന പുതിയൊരു ആശയങ്ങൾ, നവോത്ഥാനത്തേക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിപ്ലവം, പുതിയ ആശയം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിപ്ലവമായിരുന്നു ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് വർഷം 1688. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിപ്ലവങ്ങളിലൊന്നാണ് ഈ 1688 ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ യുദ്ധങ്ങളില്ലാതെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടതിനാൽ ഇതിനെ രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഫ്രാൻസിലെയൊക്കെ വിപ്ലവം നമ്മൾ കണ്ടതാണ്, ഒരുപാട് രക്തം ചിന്തിയ വിപ്ലവമാണല്ലേ. സ്വേച്ഛാധിപത്യപരമായ രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യപരമായ പാർലമെൻ്ററി ഭരണത്തിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ഈ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ആ ഒരു സമയത്തെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വിപ്ലവം നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റുവേർട്ട് രാജവംശത്തിലെ ജെയിംസ് രണ്ടാമൻ എന്ന രാജാവായിരുന്നു. ഈ രാജാവ് വിശ്വസിച്ചിരുന്നത് രാജാക്കന്മാർ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അങ്ങനെയുള്ള ഒരു ദൈവിക അവകാശ സിദ്ധാന്തമുണ്ട്. അതിലാണ് ജെയിംസ് രണ്ടാമൻ വിശ്വസിച്ചിരുന്നത്. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയും. രാജാക്കന്മാർ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഈ ജെയിംസ് രണ്ടാമൻ ഇതൊക്കെ കൊണ്ട് തന്നെ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെയൊക്കെ അങ്ങോട്ട് അവഗണിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, രാജാവാണല്ലോ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമായ ഇംഗ്ലണ്ടിൽ കത്തോലിക്ക വിശ്വാസിയായ ഈ ജെയിംസ് രണ്ടാമൻ കത്തോലിക്ക മതത്തിന് അമിത പ്രാധാന്യം നൽകിയതൊക്കെ ജനങ്ങളെയും പാർലമെൻറ്റിനെയൊക്കെ നന്നായിട്ട് ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, കോസസ് എന്ന് പറയുകയാണെങ്കിൽ നിയമങ്ങൾ ലംഘിക്കൽ, സൈനിക നിയന്ത്രണം, പുതിയ അവകാശി, ഇവയൊക്കെയാണ്. എന്താണെന്ന് ഞാൻ പറയാം. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ റദ്ദാക്കാൻ ഈ പറഞ്ഞ പോലെ രാജാവ് ശ്രമിച്ചു. അതുപോലെ തന്നെ സമാധാന കാലത്തും പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ തന്നെ ഒരു വലിയ സൈന്യത്തെ ഈ ജെയിംസ് രണ്ടാമൻ നിലനിർത്തി. അതുപോലെ തന്നെ 1688 ജെയിംസ് രണ്ടാമന് ഒരു മകൻ ജനിച്ചു. ഇത് ഇംഗ്ലണ്ടിൽ ഇനിയും കത്തോലിക്ക ഭരണം തുടരുമെന്ന ഒരു ഭീതി അങ്ങോട്ടുണ്ടാക്കി മൊത്തത്തിൽ. ഇതാണ് വിപ്ലവത്തിന് തൊട്ടടുത്ത കാരണമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഈ ഒരു പുതിയ അവകാശി ഉണ്ടായത് മൂലമാണ്. അങ്ങനെ വിപ്ലവത്തിലേക്ക് വരുവാണ്. വിപ്ലവം നടന്ന രീതിയിലേക്ക് നമുക്ക് വരാം. ജെയിംസ് രണ്ടാമനെ മാറ്റാനായി പാർലമെൻറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൾ മേരിയെയും ഭർത്താവായ വില്യം ഓഫ് ഓറഞ്ചിനെയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. 1688 നവംബറിൽ വില്യം ഒരു വലിയ സൈന്യവുമായി ഇംഗ്ലണ്ടിലെ ടോർബേ തീരത്തിറങ്ങി.
സ്വന്തം സൈന്യവും ജനങ്ങളും തന്നെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ ജെയിംസ് രണ്ടാമൻ യുദ്ധം ചെയ്യാതെ ഫ്രാൻസിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മുദ്ര ഗ്രേറ്റ് സീൽ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മുദ്ര തോംസ് നദിയിലേക്ക് ഈ ജെയിംസ് രണ്ടാമൻ എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് വിപ്ലവത്തിൻ്റെ ആ ഒരു രീതി എന്ന് മനസ്സിലാക്കുക. ഇനി വിപ്ലവം മൂലം നടന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, വില്യം മൂന്നാമനും മേരി രണ്ടും, വില്യം 3യും മേരി 2 എന്നിവർ ഇംഗ്ലണ്ടിൻ്റെ സംയുക്ത ഭരണാധികാരികളായി ചുമതലയേറ്റു. പിന്നെ അധികാരമേൽക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റ് മുന്നോട്ട് വെച്ച ബിൽ ഓഫ് റൈറ്റ്സ് എന്ന അവകാശ പത്രികയിൽ വില്യം 3ഉം മേരി 2ഉം ഒപ്പുവെച്ചു. 1689 ബിൽ ഓഫ് റൈറ്റ്സ്. അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തുകയും പാർലമെൻറ്റിന് പരമാധികാരം നൽകുകയും ചെയ്തു. രാജാവ് വാഴുന്നു പക്ഷേ ഭരിക്കുന്നില്ല എന്നൊരവസ്ഥയാണ് ഇത് പ്രകാരം നിലവിൽ വന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭരണഘടനാപരമായിട്ടുള്ള രാജഭരണം. രാജാവ് വാഴുന്നു പക്ഷേ ഭരിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിപ്ലവത്തിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. ഇനി PSC പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന പോയിന്റുകളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി 1-2 പോയിന്റുകൾ ഞാൻ പറയാം. വിപ്ലവത്തിൻ്റെ ആശയപരമായ അടിത്തറ നൽകിയത് ജോൺ ലോക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ ജോൺ ലോക്കിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ഈ ഒരു വിപ്ലവത്തിന് ആശയപരമായിട്ടുള്ള അടിത്തറ നൽകിയതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് വിക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ ടോറീസ് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയും. പിന്നെ ടോളറേഷൻ ആക്ട് 1689 സഹിഷ്ണുതാ നിയമവുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റൻറ്റുകാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയത് ഈ സഹിഷ്ണുതാ നിയമമാണ്. പ്രൊട്ടസ്റ്റൻറ്റുകാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയത് 1689 ഈ സഹിഷ്ണുതാ നിയമമാണ്. അതുപോലെ തന്നെ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാംഡൺ ആണ് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ 1 വേർഡ് രൂപത്തിൽ നമുക്കൊന്ന് പഠിച്ചു പോവാം. ഈ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688 ഈ വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. മഹത്തായ വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. വിപ്ലവ സമയത്തെ ഇംഗ്ലീഷ് രാജാവ് ജെയിംസ് രണ്ടാമൻ ഏത് രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശം. മഹത്തായ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം അഥവാ ബ്ലഡ്ലെസ് റവല്യൂഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടതിനാലാണ്. ഈ മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാംഡൺ ആണ്. വിപ്ലവാനന്തരം അധികാരത്തിൽ വന്ന ദമ്പതികളാണ് വില്യം ഓഫ് ഓറഞ്ചും മേരി 2ഉം. വില്യം ഓഫ് ഓറഞ്ച് ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹോളണ്ട് അഥവാ നെതർലൻഡ്. ജെയിംസ് രണ്ടാമനും വില്യം ഓഫ് ഓറഞ്ചും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ജെയിംസിൻ്റെ മകളുടെ ഭർത്താവാണ്. അളിയനെന്ന് പറയാം. ജെയിംസിൻ്റെ മകളുടെ ഭർത്താവാണ് ഈ വില്യം ഓഫ് ഓറഞ്ച്. ഓക്കെ. ജെയിംസ് രണ്ടാമൻ്റെ മതപരമായ വിശ്വാസം എന്തായിരുന്നു? കത്തോലിക്ക മതമായിരുന്നു ജെയിംസ് രണ്ടാമൻ്റെ. ജെയിംസ് രണ്ടാമൻ വിശ്വസിച്ചിരുന്ന ഭരണ സിദ്ധാന്തം ദൈവിക അവകാശ സിദ്ധാന്തം അഥവാ ഡിവൈൻ റൈറ്റ് തിയറി. രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അധികാര വിഭജനമായിരുന്നു. ജെയിംസ് രണ്ടാമൻ പുറപ്പെടുവിച്ച മതപരമായ വിജ്ഞാപനമാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡൾജൻസ്. 1687. ഓക്കെ. കത്തോലിക്കക്കാർക്ക് സർക്കാർ ജോലികൾ നൽകുന്നതിനെ തടഞ്ഞിരുന്ന നിയമമാണ് ടെസ്റ്റ് ആക്ട്. ജെയിംസ് രണ്ടാമൻ ഏത് നിയമമാണ് ലംഘിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ആക്ട് ആണ് ഉത്തരം. വിപ്ലവത്തിൻ്റെ തൊട്ടടുത്ത കാരണമെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് 1688 ജെയിംസ് രണ്ടാമന് ഒരു മകൻ ജനിച്ചതാണ്. ജെയിംസ് രണ്ടാമൻ്റെ മകൻ്റെ ജനനം എന്ത് ഭീതിയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ വീണ്ടും ഒരു കത്തോലിക്ക ഭരണം തുടരുമെന്ന ഭീതിയാണ് ഉണ്ടാക്കിയത്. ഈ ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളുടെ പേരാണ് മേരി പിന്നെ ആൻ. രണ്ടുപേരും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. വിപ്ലവകാലത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗും അതുപോലെ ടോറിയും. വിക്സും ടോറീസും വിപ്ലവകാലത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ്. വില്യം ഓഫ് ഓറഞ്ചിനെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ച കത്തറിയപ്പെടുന്നത്, ആ ഒരു കത്തിന് അറിയപ്പെടുന്നത് ഇൻവിറ്റേഷൻ ടു വില്യം എന്നതാണ്. ഈ കത്തിൽ ഒപ്പുവെച്ച
പ്രമുഖരുടെ എണ്ണം എന്ന് പറയുന്നത് 7 പേരാണ്. ഇമ്മോർട്ടൽ 7 എന്ന് പറയുന്ന 7 പേരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചത്. വില്യം ഇംഗ്ലണ്ടിൽ എത്തിയ മാസം നവംബർ 1688. വില്യം സൈന്യത്തോടൊപ്പം ഇറങ്ങിയ സ്ഥലം ടോർബെയാണ്. വില്യത്തിൻ്റെ പതാകയിലെ ആപ്തവാക്യം ഞാൻ ഇംഗ്ലണ്ടിൻ്റെ സ്വാതന്ത്ര്യവും പ്രൊട്ടസ്റ്റൻ്റ് മതവും സംരക്ഷിക്കും എന്നതായിരുന്നു വില്യത്തിൻ്റെ പതാകയിലെ ആപ്തവാക്യം. ജെയിംസ് രണ്ടാമൻ അഭയം തേടി ഓടിപ്പോയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ ജെയിംസ് രണ്ടാമനെ സ്വീകരിച്ച രാജാവ് ലൂയി 14 ജെയിംസ് രണ്ടാമൻ നദിയിൽ എറിഞ്ഞു കളഞ്ഞ ഔദ്യോഗിക മുദ്രയാണ് ഗ്രേറ്റ് സീൽ. ഏത് നദിയിലാണ് എറിഞ്ഞു കളഞ്ഞതെന്ന് ചോദിച്ചാൽ തോംസ് നദിയിലാണ്. തേംസ് എന്ന് പറയും. അപ്പോൾ തേംസ് നദിയിലാണ് മുദ്ര എറിഞ്ഞത്. വിപ്ലവത്തിന് ശേഷം രാജപദവി ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൺവെൻഷൻ പാർലമെൻറ്റാണ്. വിപ്ലവത്തിന് ശേഷം രാജപദവി ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം കൺവെൻഷൻ പാർലമെൻറ്റ്. വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ പത്രിക. ഈ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത് 1689. ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ വില്യം മൂന്നാമനും മേരി ടൂവുമാണ്. വില്യം 3യും മേരി ടൂവും. ഇംഗ്ലീഷ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ നികുതി പിരിക്കുന്നത് നിയമവിരുദ്ധമാക്കിയ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ നികുതി പിരിക്കുന്നത് നിയമവിരുദ്ധമാക്കിയ നിയമം ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ നിയമം ഏത് എന്ന് ചോദിച്ചാൽ 1689 ടോളറേഷൻ ആക്ട് ആണ്. പാർലമെൻറ്റിൻ്റെ കാലാവധി 3 വർഷമായി നിശ്ചയിച്ച നിയമം ട്രൈനിയൽ ആക്ട് 1694. പാർലമെൻറ്റിൻ്റെ കാലാവധി 3 വർഷമായി നിശ്ചയിച്ച നിയമം ട്രൈനിയൽ ആക്ട് 1694. സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചാ അവകാശം നിശ്ചയിച്ച നിയമമാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് 1701. 1701 ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റാണ് സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചാ അവകാശം നിശ്ചയിച്ച നിയമം. കത്തോലിക്കക്കാർക്ക് രാജാവാകാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിയ നിയമം ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് ആണ്. ജഡ്ജിമാരുടെ നിയമനവും കാലാവധിയും പാർലമെൻറ്റിന് കീഴിലാക്കിയ നിയമമാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. വിപ്ലവത്തിന് ആശയപരമായ പിന്തുണ നൽകിയ ചിന്തകനാണ് ജോൺ ലോക്കി എന്ന് പറയുന്ന വ്യക്തിയാണ് വിപ്ലവത്തിന് ആശയപരമായ പിന്തുണ നൽകിയത്. ജോൺ ലോക്കിൻ്റെ പ്രശസ്ത ഗ്രന്ഥമാണ് ദ ടു ട്രീറ്റീസസ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നത് ജോൺ ലോക്കിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. ലോക്കിൻ്റെ കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1689. ഭരണം ജനങ്ങളുടെ സമ്മതത്തോടെ ആയിരിക്കണം എന്ന് വാദിച്ചത് ജോൺ ലോക്കാണ്. മഹത്തായ വിപ്ലവത്തിൻ്റെ ഫലമായി നിലവിൽ വന്ന ഭരണരീതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അഥവാ ഭരണഘടനാപരമായ രാജഭരണം. ലിമിറ്റഡ് മൊണാർക്കി എന്നാൽ എന്താണ്? നിയമത്തിന് വിധേയമായ രാജഭരണം എന്നതാണ് ലിമിറ്റഡ് മൊണാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പരമാധികാരി പാർലമെൻറ്റായി. രാജാവ് വാഴുന്നു പക്ഷേ ഭരിക്കുന്നില്ല. ഈ തത്വം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം സ്വാധീനിച്ച മറ്റൊരു വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കാൻ പ്രേരിപ്പിച്ച രേഖ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. വിപ്ലവത്തിന് മുൻപ് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം നടന്ന കാലഘട്ടം 1642 തൊട്ട് 1651 വരെയാണ്. ആഭ്യന്തര യുദ്ധത്തിൽ വധിക്കപ്പെട്ട സ്റ്റുവർട്ട് രാജാവാണ് ചാൾസ് ഒന്നാമൻ. ഇംഗ്ലണ്ടിൽ റിപ്പബ്ലിക് ഭരണം കൊണ്ടുവന്നത് ഒലിവർ ക്രോംവെല്ലാണ്. രാജഭരണം പുനഃസ്ഥാപിക്കപ്പെട്ട വർഷം 1660 1660 അധികാരത്തിൽ വന്ന രാജാവ് ചാൾസ് രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടം 1685 തൊട്ട് 1688 വരെ. വിപ്ലവ സമയത്ത് ഹോളണ്ടിലെ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നായിരുന്നു. വില്യം ഓഫ് ഓറഞ്ചിൻ്റെ പൂർണ്ണനാമം വില്യം ഹെൻറി എന്നാണ്. വില്യം ഇംഗ്ലീഷ് സിംഹാസനത്തിൽ അറിയപ്പെട്ട പേര് വില്യം മൂന്നാമൻ എന്നതാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായ വർഷം 1694. വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഒന്നായ നിയമം ആക്ട് ഓഫ് യൂണിയൻ 1707. 1707 ആക്ട് ഓഫ് യൂണിയൻ പ്രകാരമാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒന്നായത്. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപം കൊണ്ട വർഷം 1717. വിപ്ലവാനന്തരം ഇംഗ്ലണ്ടിലെ സൈനിക നിയന്ത്രണം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിന് ലഭിച്ചു എന്നാണ് ഉത്തരം. മ്യൂട്ടിനി ആക്ട് പാസ്സാക്കിയത് 1689. കത്തോലിക്ക വിരുദ്ധ വികാരം ഇംഗ്ലണ്ടിൽ വളരാൻ കാരണമായ സംഭവങ്ങളാണ്
പോപ്പിഷ് പ്ലോട്ട്. സ്റ്റുവർട്ട് രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് ക്വീൻ ആൻ ആണ് സ്റ്റുവർട്ട് രാജവംശത്തിലെ അവസാന ഭരണാധികാരി. വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ ആരംഭിച്ച പുതിയ രാജവംശമാണ് ഹാനോവർ രാജവംശം. ഹാനോവർ രാജവംശത്തിലെ ആദ്യ രാജാവ് ജോർജ് ഒന്നാമനാണ്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റം വികസിക്കാൻ കാരണമായ വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ഒരു കരാറാണ് ഭരണം. ഇത് ജോൺ ലോക്കിൻ്റെ വരികളാണ്. രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രകാരന്മാരാണ്. വില്യം ഓഫ് ഓറഞ്ച് ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ നടത്തിയ പ്രഖ്യാപനമാണ് ദ ഡിക്ലറേഷൻ ഓഫ് വില്യം. ഇംഗ്ലീഷ് ലിബറലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്കാണ്. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. വിപ്ലവത്തിന് ശേഷം രാജാവിൻ്റെ വീറ്റോ അധികാരം ഇല്ലാതെയായി. ഇംഗ്ലണ്ടിലെ ക്യാബിനറ്റ് ഭരണത്തിന് തുടക്കം ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ജോർജ് ഒന്നാമൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന പദവി രൂപപ്പെടാൻ കാരണമായ വിപ്ലവം മഹത്തായ വിപ്ലവമാണ്. ജെയിംസ് രണ്ടാമൻ്റെ സൈനിക തലവൻ വില്യത്തിൻ്റെ ഭാഗത്തേക്ക് മാറിയത് ആരാണ്? ജോൺ ചർച്ചിലാണ്. വില്യം 3 അന്തരിച്ച വർഷം 1702 വിപ്ലവം അവസാനിക്കുമ്പോൾ ഉണ്ടായ രാഷ്ട്രീയ മാറ്റമെന്ന് പറയുന്നത് ആബ്സല്യൂട്ട് മൊണാർക്കി ടു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു. വിപ്ലവത്തിന് മുൻപ് ഇംഗ്ലണ്ടിൽ നിലനിന്ന മതപീഡനം ഏത് വിഭാഗത്തിന് നേരെയായിരുന്നു? പ്രൊട്ടസ്റ്റൻറ്റുകൾക്ക് എതിരെയായിരുന്നു ചില കാലങ്ങളിൽ. ജെയിംസ് രണ്ടാമൻ്റെ സൈന്യത്തെ നയിച്ചിരുന്നത് ഫ്രഞ്ച് സൈനിക സഹായത്തോടെയാണ്. വിപ്ലവത്തിൻ്റെ ഫലമായി മാഗ്ന കാർട്ടയുടെ പ്രാധാന്യം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ വർദ്ധിച്ചു എന്നാണ് ഉത്തരം. വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കിയ ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കിയത് 1679 വിപ്ലവത്തിന് തൊട്ട് മുമ്പാണ്. വിപ്ലവത്തിന് ശേഷം സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം സഭ ഭരണകൂടത്തിന് കീഴിലായി എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ സുവർണ്ണ കാലഘട്ടമായി ചിലർ വിശേഷിപ്പിക്കുന്നത് വിപ്ലവാനന്തര കാലത്തെയാണ്. വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച വർഷം 1788. മഹത്തായ വിപ്ലവം എത്ര ദിവസം നീണ്ടു നിന്നു? ഉത്തരം ഏകദേശം 1 വർഷത്തോളം നീണ്ട പ്രക്രിയയാണ്. 1688 തൊട്ട് 1689 വരെ. വില്യം 3നെ പിന്തുണച്ചവർ അറിയപ്പെട്ട പേര് ഓറഞ്ച് മെൻ എന്നതാണ്. സ്റ്റുവർട്ട് രാജവംശം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ജെയിംസ് ഒന്നാമൻ്റെ. ലോകത്തിലെ ഏറ്റവും പഴയ ലിഖിതമല്ലാത്ത ഭരണഘടനയാണ് ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടനയുടെ വികാസത്തിലെ പ്രധാന ഘട്ടം 1688 വിപ്ലവമാണ്. പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? ഉത്തരം രാജാവിനും പാർലമെൻറ്റിനും സംയുക്തമായി. രാജാവിന് സ്വന്തമായി നികുതി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം മഹത്തായ വിപ്ലവം. വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ ജനാധിപത്യം പൂർണ്ണമായോ? ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ തുടക്കം കുറിച്ചു. വിപ്ലവത്തിന് ശേഷം ഇംഗ്ലീഷ് സമൂഹത്തിൽ വന്ന മാറ്റം മധ്യവർഗത്തിൻ്റെ വളർച്ചയാണ്. വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സാമ്പത്തിക നയം എന്ന് പറയുന്നത് മെർക്കൻറ്റലിസമാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ച പ്രശസ്ത ചരിത്രകാരനാണ് GM ട്രെവല്യൻ. ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ച പ്രശസ്ത ചരിത്രകാരനാണ്. ആധുനിക ബ്രിട്ടൻ്റെ നിർമ്മാണത്തിന് അടിത്തറയിട്ട വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1775 മുതൽ 1783 വരെയുള്ള കാലഘട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഘടിത സ്വാതന്ത്ര്യ സമരമായാണ് അമേരിക്കൻ വിപ്ലവത്തെ കണക്കാക്കുന്നത്. ബ്രിട്ടൻ്റെ 13 കോളനികൾ ചേർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപം കൊണ്ടത്. ഇനി നമുക്ക് ഈ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഈ കോളനികളെല്ലാം തന്നെ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മെർക്കൻറ്റലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം എന്നുള്ള ഒരു രീതിയാണത്, എന്നുള്ള ഒരു സാമ്പത്തിക നയമാണ് ഈ മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. ഇതാണ് അമേരിക്കക്കാരെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഈ മെർക്കൻറ്റലിസം, കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്ന് പറയുന്ന മെർക്കൻറ്റലിസമാണ്, ഈ ഒരു സാമ്പത്തിക നയമാണ് അമേരിക്കക്കാരെ പ്രകോപിപ്പിച്ചത്. ഇനി ഈ ഒരു വിപ്ലവത്തിൻ്റെ കാരണങ്ങളിലേക്ക് വരുവാണെങ്കിൽ, കോസസിലേക്ക് വരുവാണെങ്കിൽ, നികുതി നിയമങ്ങൾ, പിന്നെ ബ്രിട്ടീഷ് നയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബ്രിട്ടൻ ഏർപ്പെടുത്തിയ പുതിയ നികുതികൾ, ഉദാഹരണത്തിന് സ്റ്റാമ്പ് ആക്ട്, 1765 സ്റ്റാമ്പ് ആക്ട്, പിന്നെ പഞ്ചസാര നികുതിയൊക്കെ വിപ്ലവത്തിന് കാരണമായി. പിന്നെ അതുപോലെ തന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ അമേരിക്കൻ വിപ്ലവത്തിൽ ആ ഒരു ടൈമിൽ ഉയർന്ന മുദ്രാവാക്യമാണ്. അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണം, നോ ടാക്സേഷൻ
ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഇത് ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ അഥവാ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയത് അമേരിക്കൻ വിപ്ലവത്തിൽ. പിന്നെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു. കാരണങ്ങളാണ് കോളനികളിലെ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ കയറ്റി അയക്കാവൂ എന്നതടക്കമുള്ള കുറേ നയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അങ്ങനത്തെയൊക്കെയുള്ള നിയമങ്ങളെല്ലാം ഈ ഒരു വിപ്ലവത്തിൻ്റെ കാരണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങളെന്ന് പറയുന്നത് ബോസ്റ്റൺ കൂട്ടക്കൊല, അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇതൊക്കെ പ്രധാന സംഭവങ്ങളാണ്. 1770 ബോസ്റ്റൺ കൂട്ടക്കൊല നടന്നത്. ബ്രിട്ടീഷ് സൈന്യം പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത സംഭവമാണ് ഈ ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1770 ഇത് നടന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് തേയില നികുതിയിൽ പ്രതിഷേധിച്ച് റെഡ് ഇന്ത്യൻ വേഷധാരികളായ ഒരു കൂട്ടം ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിലെ തേയിലപ്പെട്ടികൾ കടലിലെറിഞ്ഞു. വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണിത്. അങ്ങനെ കടലിലെ നിറം തന്നെ ആ ഒരു ചായ കളറായി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ആണ് ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്നത്. ബ്രിട്ടീഷ് നികുതികൾ പിൻവലിക്കണമെന്ന് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ ആവശ്യപ്പെട്ടു. അതുപോലെ ജോർജ് വാഷിങ്ടനെ വിപ്ലവ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിലാണ് ചേർന്നത്. ബ്രിട്ടീഷ് നികുതികൾ പിൻവലിക്കണമെന്നാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ആവശ്യപ്പെട്ടത്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് ജോർജ് വാഷിങ്ടനെ വിപ്ലവ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. അതുകൊണ്ടാണ് ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായി മാറിയത്. തോമസ് ജെഫേഴ്സൺ ആണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുറപ്പെടുവിച്ചത് 1776 ജൂലൈ 4. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെയാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന പ്രഖ്യാപനം ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെയാണ്. ഈ വിപ്ലവത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് പാരീസ് ഉടമ്പടിയോടൊക്കെ കൂടിയാണ്. 1783 പാരീസ് ഉടമ്പടി. ഈ ഉടമ്പടിയോടെ ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടിയോടെ ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ബേസിക്കായിട്ട് ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം അഥവാ ചിന്തകർ എന്ന് പറയുന്നത് തോമസ് പെയിനാണ്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം അഥവാ ചിന്തകൻ തോമസ് പെയിനാണ്. തോമസ് പെയിൻ എഴുതിയ പ്രശസ്തമായ ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് ആഡംസ് പെയിൻ്റെ ഒരു ലഘുലേഖയാണ്. അമേരിക്കൻ വിപ്ലവ സൈന്യത്തിൻ്റെ തലവൻ ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന സ്ഥലം ഫിലാഡൽഫിയയാണ്. അമേരിക്കൻ വിപ്ലവത്തെ സഹായിച്ച രാജ്യം ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789 ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് എന്ന് മനസ്സിലാക്കുക. അമേരിക്കൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് കോൺഗ്രസ് എന്നാണ്. എനിക്ക് സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം നൽകുക എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിക്കാം. അത് പാട്രിക് ഹെൻറിയാണ്. എനിക്ക് സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞത് പാട്രിക് ഹെൻറിയാണ്. അമേരിക്കൻ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവ് ജോർജ് മൂന്നാമനാണ്. അമേരിക്കൻ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയത് 1765 സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയത്. ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് സാമുവൽ ആഡംസ്. സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടന രൂപീകരിച്ചത് ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പോരാടാനാണ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുത്ത ഏക കോളനി ജോർജിയ ആയിരുന്നു. അമേരിക്കൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനം ഡെൽവെയർ ആണ് അമേരിക്കൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനം. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ജോൺ ആഡംസ്. ലൂസിയാന പർച്ചേസ് വഴി ഫ്രാൻസിൽ നിന്ന് സ്ഥലം വാങ്ങിയ അമേരിക്കൻ പ്രസിഡന്റാണ് തോമസ് ജെഫേഴ്സൺ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം, അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1775 മുതൽ 1783 വരെയാണ്. വടക്കേ അമേരിക്കയിൽ ബ്രിട്ടൻ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം 13. ആദ്യത്തെ ബ്രിട്ടീഷ് കോളനിയാണ് വെർജീനിയ. 1607 സ്ഥാപിച്ചത്. അവസാനമായി സ്ഥാപിക്കപ്പെട്ട കോളനിയാണ് ജോർജിയ. 1732 സ്ഥാപിക്കപ്പെട്ടത്. കോളനികൾ മാതൃരാജ്യത്തിൻ്റെ, അതായത് ബ്രിട്ടൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം എന്ന സാമ്പത്തിക നയമാണ് മെർക്കൻ്റലിസം. കുടിയേറ്റക്കാർ അമേരിക്കയിലെത്തിയ കപ്പലിൻ്റെ പേരാണ് മേഫ്ലവർ എന്ന കപ്പൽ. മേഫ്ലവർ. അമേരിക്കയിലെ ആദ്യത്തെ കുടിയേറ്റക്കാർ അറിയപ്പെട്ടിരുന്ന പേര് തീർത്ഥാടക പിതാക്കന്മാർ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. പുതിയ ലോകം അഥവാ ന്യൂ വേൾഡ് എന്ന് അമേരിക്കയെ വിശേഷിപ്പിച്ചത് അമേരിഗോ വെസ്പൂച്ചിയാണ്. അമേരിഗോ വെസ്പൂച്ചി. അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തിയത്. അമേരിക്കൻ കോളനികളിലെ ജനങ്ങൾ ഏതു രാജ്യക്കാരോടാണ് യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ബ്രിട്ടനാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. സ്റ്റാമ്പ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1765. ഷുഗർ ആക്ട് നിലവിൽ വന്ന വർഷം 1764. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ കോളനികളിൽ രൂപം കൊണ്ട രഹസ്യ സംഘടനയാണ് സൺസ് ഓഫ് ലിബർട്ടി. സൺസ് ഓഫ് ലിബർട്ടി സ്ഥാപിച്ചത് സാമുവൽ ആഡംസ് ആണ്. ബോസ്റ്റൺ കൂട്ടക്കൊല അഥവാ ബോസ്റ്റൺ മാസക്കർ നടന്ന വർഷം 1770 മാർച്ച് 5. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തുറമുഖം ബോസ്റ്റൺ ഹാർബറാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ നേതാവ് സാമുവൽ ആഡംസ് ആണ്. ചായപ്പെട്ടികൾ കടലിലെറിയാൻ പ്രതിഷേധക്കാർ ഏത് വേഷമാണ് ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷമാണ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത ഏക കോളനി ജോർജിയയാണ്. ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ശാഖാ നിവേദനം അഥവാ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ അയച്ചത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1775. അമേരിക്കൻ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടണെയാണ്. ജോർജ് വാഷിങ്ടൺ സൈനിക ചുമതല ഏറ്റെടുത്ത സ്ഥലം കേംബ്രിഡ്ജിലാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ച കോൺഗ്രസ് ആണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. വിപ്ലവകാലത്ത് ഫിലാഡൽഫിയയിലെ ഹാളിൽ മുഴങ്ങിയ ബെല്ലാണ് ലിബർട്ടി ബെൽ. വിപ്ലവകാരികളുടെ പ്രധാന യോഗ സ്ഥലമാണ് ഫാൻവിൽ ഹാളാണ് യോഗസ്ഥലം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പി തോമസ് ജെഫേഴ്സൺ ആണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നത് ഏത് രേഖയിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെയാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആദ്യം ഒപ്പുവെച്ചത് ജോൺ ഹാൻകോക്ക്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ തോമസ് ജെഫേഴ്സൺ, ജോൺ ആഡംസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റോജർ ഷേർമൻ, റോബർട്ട് ലിവിങ്സ്റ്റൺ എന്നിവരാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യദിനം എന്ന് ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ജൂലൈ 4. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകിയ സ്ഥലം ഫിലാഡൽഫിയാണ്. അമേരിക്കൻ വിപ്ലവത്തിലെ ആദ്യ യുദ്ധമാണ് ലെക്സിംഗ്ടൺ കോൺകോർഡ് യുദ്ധം. 1775 ലെക്സിംഗ്ടൺ കോൺകോർഡ് യുദ്ധമാണ് അമേരിക്കൻ വിപ്ലവത്തിലെ ആദ്യ യുദ്ധം. വിപ്ലവത്തിലെ നിർണായകമായ യുദ്ധമാണ് സാരാട്ടോഗ യുദ്ധം 1777. ബ്രിട്ടീഷ് ജനറൽ കോൺവാലിസ് കീഴടങ്ങിയ യുദ്ധമാണ് യോർക്ക് ടൗൺ യുദ്ധം 1781. അമേരിക്കൻ വിപ്ലവം അവസാനിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി 1783. പാരീസ് ഉടമ്പടിയിൽ ബ്രിട്ടനെ പ്രതിനിധീകരിച്ചത് റിച്ചാർഡ് ഓസ്വാൾഡ് ആണ്. അമേരിക്കയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ബ്രിട്ടൻ അംഗീകരിച്ച വർഷം 1783. വിപ്ലവകാലത്ത് അമേരിക്കയെ സഹായിച്ച യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് സൈന്യത്തെ അമേരിക്കയിൽ നയിച്ചത് മാർക്വിസ് ഡി ലാഫൈറ്റ്. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ബുദ്ധിശക്തി എന്നറിയപ്പെടുന്നത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് തോമസ് പെയിൻ ആണ്. എനിക്ക് സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ മരണം നൽകുക എന്ന് പറഞ്ഞത് പാട്രിക് ഹെൻറിയാണ്. അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച ഇംഗ്ലീഷ് ചിന്തകനാണ് ജോൺ ലോക്ക്. ദി ക്രൈസിസ് എന്ന കൃതി തോമസ് പെയിൻ്റെയാണ്. നമ്മുടെ ലക്ഷ്യം ശരിയാണ്, നമ്മുടെ ഐക്യം പൂർണ്ണമാണ് എന്ന് പ്രഖ്യാപിച്ചത് ജോൺ ഡിക്കിൻസൺ ആണ്.
അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോൺ വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആണ്. മിന്നൽ രക്ഷാ ചാലകം കണ്ടെത്തിയ വിപ്ലവകാരിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് മൂന്നാമനാണ്. വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് നോർത്ത് ആണ്. പാരീസ് സമാധാന ചർച്ചകളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ജോൺ ജെയും ജോൺ ആഡംസുമാണ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടേതാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഫിലാഡൽഫിയ കൺവെൻഷനാണ് 1787. അമേരിക്കൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനം ഡെലവേർ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ ആദ്യ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് കോൺഗ്രസ് എന്നാണ്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഉപരിസഭയാണ് സെനറ്റ്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ അധോസഭ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസ് ആണ്. വൈറ്റ് ഹൗസിൽ താമസിച്ച ആദ്യ പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഹാർവാർഡ്. 1636 സ്ഥാപിതമായത്. അമേരിക്കൻ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ബെറ്റ്സി റോസ് ആണ്. അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളെയാണ്. അമേരിക്കൻ പതാകയിലെ വരകൾ സ്ട്രൈപ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 13 കോളനികളെയാണ്. ഫാദർ ഓഫ് അമേരിക്ക എന്ന് വിളിക്കപ്പെടുന്നത് ജോർജ് വാഷിങ്ടണെയാണ്. വാഷിങ്ടൺ DC അമേരിക്കയുടെ തലസ്ഥാനമായ വർഷം 1800. അമേരിക്കൻ സുപ്രീം കോടതി നിലവിൽ വന്നത് 1789. ആദ്യത്തെ അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ജോൺ ജെ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ച ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗം എഡ്മണ്ട് ബർക്കാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഈ 1917 നടന്ന റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഒരു വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപം കൊണ്ടത്. പിന്നീട് ഈ സോവിയറ്റ് യൂണിയനൊക്കെ സ്പ്ലിറ്റായി ഇന്നിപ്പോൾ റഷ്യയും വേറെ രാജ്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ USSR രൂപം കൊണ്ടത്. തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവമായാണ് ഈ റഷ്യൻ വിപ്ലവം അറിയപ്പെടുന്നത്. 1917 റഷ്യൻ വിപ്ലവം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ഇനി നമുക്ക് പയ്യെ വരാം. ഈ ഒരു വിപ്ലവത്തിന് മുമ്പ് റഷ്യ ഭരിച്ചിരുന്നത് സാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ചക്രവർത്തിമാരായിരുന്നു. സാർ ചക്രവർത്തിമാരായിരുന്നു മുമ്പ് റഷ്യ ഭരിച്ചിരുന്നത്. അവരുടേതെന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ജനങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നില്ല. ഈ റഷ്യൻ വിപ്ലവ സമയത്ത് ഭരണാധികാരിയായിരുന്നത് നിക്കോളാസ് രണ്ടാമനായിരുന്നു. സാർ നിക്കോളാസ് രണ്ടാമൻ, അദ്ദേഹമായിരുന്നു റഷ്യൻ വിപ്ലവ സമയത്തെ ഭരണാധികാരി. അദ്ദേഹം റോമനോവ് രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു. റോമനോവ് എന്ന് പറയുന്ന ഒരു രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു ഈ നിക്കോളാസ് രണ്ടാമൻ. ഇനി ഈ ഒരു റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമൂഹിക അസമത്വം, ഒന്നാം ലോക മഹായുദ്ധം, ചിന്തകരുടെ സ്വാധീനം, ഇവയെല്ലാമാണ് ഈ ഒരു മെയിൻ കാരണങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ജനങ്ങളിൽ ഭൂരിഭാഗവും പാവപ്പെട്ട കർഷകരും അതുപോലെ തൊഴിലാളികളുമായിരുന്നു. അവർക്ക് അതികഠിനമായ ദാരിദ്ര്യമാണ് ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു സാമൂഹിക അസമത്വത്തിന് കാരണമായത് ആ ഒരു ടൈമിൽ. പിന്നെ ഒന്നാം ലോക മഹായുദ്ധം, യുദ്ധത്തിലെ റഷ്യയുടെ പങ്കാളിത്തം രാജ്യത്തെ സാമ്പത്തികമായി നല്ല രീതിയിൽ തകർക്കുകയുണ്ടായി ആ ഒരു ടൈമിൽ. ദശലക്ഷക്കണക്കിന് സൈനികരും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു. ഇത് ചക്രവർത്തിക്കെതിരായിട്ടുള്ള ജനരോഷം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ചക്രവർത്തിക്കെതിരായിട്ട് ഹൈ ലെവലിൽ ജനരോഷം വർദ്ധിച്ചത്. പിന്നെ ചിന്തകരുടെ സ്വാധീനം, കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ് അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ റഷ്യൻ തൊഴിലാളികളെയും അതുപോലെ ബുദ്ധിജീവികളെയൊക്കെ വളരെയധികം സ്വാധീനിച്ചു. ഇതൊക്കെയാണ് ഈ ഒരു പ്രധാന കാരണങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഘട്ടങ്ങൾ, വിവിധ സ്റ്റേജസ് ഉണ്ട് ഈ റഷ്യൻ റവല്യൂഷന്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റഷ്യൻ വിപ്ലവം പ്രധാനമായും 2 ഘട്ടങ്ങളിലായിട്ടാണ്
നടന്നിട്ടുള്ളത്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1917 മാർച്ചിലാണ് ഈ ഒരു ഫെബ്രുവരി വിപ്ലവം നടന്നത്. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്, ഘട്ടം ഒന്നെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം 1917 മാർച്ചിലാണ്. ഇത് സാധാരണ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സ്വയമേവയുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഇവരെ ഈ പല പല കാരണങ്ങളാൽ പൊറുതുമുട്ടിക്കൊണ്ടുള്ള ഈ ഒരു തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധമായിരുന്നു. തലസ്ഥാനമായ പെട്രോഗ്രാഡിൽ, ഇന്നത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആണ് ഈ പെട്രോഗ്രാഡ് എന്ന് പറയുന്നത്. അപ്പോൾ തലസ്ഥാനമായ പെട്രോഗ്രാഡിൽ ആണ് ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയത്, ഫെബ്രുവരി വിപ്ലവം എന്ന പ്രക്ഷോഭം തുടങ്ങിയത്. ഇതിൻ്റെ ഫലമായി സാർ നിക്കോളാസ് രണ്ടാമൻ അധികാരമൊഴിഞ്ഞു. ഈ ഒരു ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഈ സാർ നിക്കോളാസ് രണ്ടാമൻ അധികാരത്തിൽ നിന്ന് പിന്മാറി. റഷ്യയിൽ സാർ ഭരണത്തിന് അന്ത്യമായി പകരം ഒരു താൽക്കാലിക സർക്കാർ അഥവാ ഒരു പ്രൊവിൻഷണൽ ഗവൺമെൻറ് ഇതുപ്രകാരം അധികാരത്തിൽ വന്നു. അപ്പോൾ ഒരു ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് സാർ നിക്കോളാസ് രണ്ടാമൻ അധികാരമൊഴിഞ്ഞു, സാർ ഭരണത്തിൻ്റെ അന്ത്യമായി. അങ്ങനെ ഒരു താൽക്കാലിക സർക്കാർ, പ്രൊവിൻഷണൽ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഘട്ടമുണ്ടെന്ന്. ഒന്നാം ഘട്ടമാണ് ഈ ഫെബ്രുവരി വിപ്ലവം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവമാണ്. ഇത് നടന്നത് നവംബർ മാസത്തിലാണ്. 1917 തന്നെ നവംബർ മാസത്തിലാണ് ഈ രണ്ടാം ഘട്ടമായ ഒക്ടോബർ വിപ്ലവം നടന്നത്. ഇതൊരു സംഘടിത വിപ്ലവമായിരുന്നു. ലെനിനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് എന്ന പാർട്ടിയാണ് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് എന്നതായിരുന്നു ലെനിൻ്റെ മുദ്രാവാക്യം. ഓൾ പവർ ടു ദ സോവിയറ്റ്സ് എന്ന മുദ്രാവാക്യം ഈ ഒരു ഒക്ടോബർ വിപ്ലവത്തിൻ്റെയാണ്. അപ്പം ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് പാർട്ടിയാണ് ഈ ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. 1917 നവംബർ മാസത്തിലായിരുന്നു ഇത്. അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക്. ബോൾഷെവിക്കുകൾ താൽക്കാലിക സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. ലെനിൻ അങ്ങനെ റഷ്യയുടെ തലവനായി മാറുകയായിരുന്നു ചെയ്തത്. ഇനി ഈ ഒരു വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റഷ്യയിലെ ഭൂമിയെല്ലാം പൊതുസ്വത്തായി പ്രഖ്യാപിക്കുകയും കർഷകർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ബാങ്കുകളും ഫാക്ടറികളും ഒക്കെ സർക്കാർ ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ നാഷണലൈസേഷൻ, ദേശസാൽക്കരണം നടന്നു. 1918 റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. 1922 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ അഥവാ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അഥവാ USSR രൂപീകരിച്ചു 1922. ഇനിയിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ചെറുതായിട്ട് പരീക്ഷകളിൽ നോക്കാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് VI ലെനിനാണ്. വ്ളാഡിമിർ ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിന് അടിസ്ഥാനമായ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മാർക്സിസം അഥവാ കമ്മ്യൂണിസമാണ്. മാർക്സിസമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനമായ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്. റഷ്യൻ വിപ്ലവ സമയത്തെ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനാണ്. റഷ്യൻ രാജവംശമാണ് റോമനോവ് എന്ന രാജവംശമാണ്. അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് എന്നത് ലെനിൻ്റെ മുദ്രാവാക്യമാണ്. വിപ്ലവത്തിന് തയ്യാറെടുക്കുക എന്നതും ലെനിൻ്റെ മുദ്രാവാക്യമാണ്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ ഭൂരിപക്ഷ വിഭാഗമാണ് ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന എതിരാളികളാണ് മെൻഷെവിക്. ഒക്ടോബർ വിപ്ലവം നടന്ന തീയതിയാണ് 1917 നവംബർ 7. പുതിയ കലണ്ടർ പ്രകാരമാണ്, പണ്ടത്തെ വേറെയായിരുന്നു. 1917 നവംബർ 7 ഒക്ടോബർ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണി എന്നറിയപ്പെടുന്ന സംഘടനയുടെ തലവനാണ് ട്രോട്സ്കി. പെട്രോഗ്രാഡ് സോവിയറ്റ് ആണ് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണി എന്ന് പറഞ്ഞാൽ. അപ്പം ആ സംഘടനയുടെ തലവൻ ട്രോട്സ്കിയാണ്. റഷ്യയിലെ താൽക്കാലിക സർക്കാരിൻ്റെ തലവനാണ് അലക്സാണ്ടർ കെറൻസ്കി. ആ സമയത്ത് റഷ്യയിലെ താൽക്കാലിക സർക്കാരിൻ്റെ തലവൻ അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചത് 1922. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രസിഡന്റ് ലെനിനാണ്. ലെനിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ തലവനായത് ജോസഫ് സ്റ്റാലിനാണ്. ചുവന്ന സൈന്യം രൂപീകരിച്ചത് ട്രോട്സ്കിയാണ്. ചുവന്ന സൈന്യം അഥവാ റെഡ് ആർമി രൂപീകരിച്ചത് ട്രോട്സ്കിയാണ്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് റഷ്യൻ വിപ്ലവം ദ റഷ്യൻ റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് EH കാറാണ്. റഷ്യൻ റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത്. ദ പ്രോഫറ്റ് ആംഡ് എന്ന പുസ്തകം എഴുതിയത് ഐസക് ഡെയ്ച്ചറാണ്. ട്രോട്സ്കിയുടെ ജീവചരിത്രമാണ് ദി പ്രോഫറ്റ് ആംഡ് എന്ന് പറയുന്നത്. അത് എഴുതിയത് ഐസക് ഡോയ്ച്ചറാണ്. ദ സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ലെനിനാണ്. റഷ്യൻ വിപ്ലവം സ്വാധീനിച്ച ലോക വിപ്ലവങ്ങളാണ് ചൈനീസ് വിപ്ലവവും ക്യൂബൻ വിപ്ലവവും. റഷ്യൻ വിപ്ലവം നടന്നത് 1917. വിപ്ലവത്തിന് മുമ്പ് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേര് സാർ എന്നാണ്. റഷ്യൻ വിപ്ലവ സമയത്തെ സാർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ.
നിക്കോളാസ് രണ്ടാമൻ ഏത് രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ചോദിച്ചാൽ റോമനോവ് രാജവംശം. റഷ്യൻ ചക്രവർത്തിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നിലകൊണ്ട ജനകീയ സംഘടനയാണ് സോവിയറ്റുകൾ. തൊഴിലാളികളുടെയും സൈനികരുടെയും കൗൺസിലുകളാണ് സോവിയറ്റുകൾ. റഷ്യൻ കർഷകർ അനുഭവിച്ചിരുന്ന അതികഠിനമായ ദാരിദ്ര്യത്തിന് പ്രധാന കാരണം ഭൂമി പ്രഭുക്കന്മാരുടെ കൈവശമായിരുന്നത് എന്നുകൊണ്ടാണ്. ചോരക്കളി അഥവാ ബ്ലഡ് സൺഡേ നടന്ന വർഷം 1905 ജനുവരി 22. 1905 ചോരക്കളി എന്നറിയപ്പെടുന്ന സംഭവം എവിടെയാണ് നടന്നത്? ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അഥവാ വിന്റർ പാലസിന് മുന്നിൽ. 1905 വിപ്ലവത്തിന് ശേഷം സാർ നിക്കോളാസ് രണ്ടാമൻ രൂപീകരിച്ച പാർലമെൻറ്റാണ് ഡ്യൂമ എന്ന് പറയുന്നത്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത് വിപ്ലവത്തിന് കാരണമായോ? ഉത്തരം എസ്. യുദ്ധത്തിലെ പരാജയങ്ങളും സാമ്പത്തിക തകർച്ചയും ജനരോഷം വർദ്ധിപ്പിച്ചു. റഷ്യൻ വിപ്ലവത്തിന് ആശയപരമായ അടിത്തറ നൽകിയ ചിന്തകനാണ് കാൾ മാർക്സ്. കാൾ മാർക്സ്, ഫെഡറിക് എംഗൽസ് എന്നിവർ ചേർന്ന് എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1848 ഇത് പ്രസിദ്ധീകരിച്ചത്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ ഭൂരിപക്ഷ വിഭാഗമാണ് ബോൾഷെവിക്ക്. ബോൾഷെവിക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂരിപക്ഷം അഥവാ മെജോറിറ്റി എന്നാണ്. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗമാണ് മെൻഷെവിക്ക്. മെൻഷെവിക് എന്ന വാക്കിൻ്റെ അർത്ഥം ന്യൂനപക്ഷം എന്നാണ്. ബോൾഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാവാണ് VI ലെനിൻ. മെൻഷെവിക് പാർട്ടിയുടെ പ്രധാന നേതാവാണ് യൂലി മാർട്ടോവ്. വിപ്ലവത്തിന് തയ്യാറെടുക്കുക, പ്രിപ്പയർ ഫോർ റെവല്യൂഷൻ എന്ന് പ്രഖ്യാപിച്ചത് ലെനിനാണ്. റഷ്യൻ തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബോൾഷെവിക് നേതാവാണ് ലിയോൺ ട്രോട്സ്കി. റഷ്യൻ വിപ്ലവത്തിന് ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. ഫെബ്രുവരി വിപ്ലവം ആരംഭിച്ചതായി കരുതപ്പെടുന്ന തീയതി പഴയ കലണ്ടർ പ്രകാരം 1917 ഫെബ്രുവരി 23. പുതിയ കലണ്ടർ പ്രകാരം 1917 മാർച്ച് 8. ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം സാർ ഭരണത്തിന് അന്ത്യം കുറിച്ചു എന്നുള്ളതാണ്. നിക്കോളാസ് രണ്ടാമൻ അധികാരം ഒഴിഞ്ഞു. സാർ ഭരണത്തിന് ശേഷം റഷ്യയിൽ അധികാരത്തിൽ വന്ന സർക്കാരാണ് താൽക്കാലിക സർക്കാർ അഥവാ പ്രൊവിൻഷണൽ ഗവൺമെൻറ്. താൽക്കാലിക സർക്കാരിൻ്റെ പ്രധാന നേതാവ് അലക്സാണ്ടർ കെറൻസ്കിയാണ്. താൽക്കാലിക സർക്കാർ മെൻഷെവിക്കിന് അനുകൂലമായിരുന്നു. ഉത്തരം അതെ, മെൻഷെവിക് പാർട്ടിയുടെ പിന്തുണയുണ്ടായിരുന്നു. ഫെബ്രുവരി വിപ്ലവം ഒരു സാധാരണ ജനകീയ മുന്നേറ്റമായിരുന്നു. അതെ, തൊഴിലാളികളുടെയും സൈനികരുടെയും സ്വയമേവയുള്ള പ്രതിഷേധമായിരുന്നു ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം കമ്മ്യൂണിസ്റ്റ് അട്ടിമറിയായിരുന്നു? ഇല്ല, ഒരു സംഘടിത അട്ടിമറി ആയിരുന്നില്ല. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം ലെനിൻ റഷ്യയിലേക്ക് തിരിച്ചെത്തിയത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള നാടുകടത്തലിൽ നിന്നാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഒക്ടോബർ വിപ്ലവം. പഴയ കലണ്ടർ പ്രകാരം 1917 ഒക്ടോബർ 25 നടന്നത്. പുതിയ കലണ്ടർ പ്രകാരം 1917 നവംബർ 7. ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ബോൾഷെവിക് പാർട്ടിയാണ്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് എന്നതായിരുന്നു. ഓൾ പവർ ടു ദ സോവിയറ്റ്സ്. ബോൾഷെവിക് സൈന്യം താൽക്കാലിക സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്രോഗ്രാഡിലെ നിർണായക കേന്ദ്രങ്ങൾ പിടിച്ചെടുത്താണ്. ഒക്ടോബർ വിപ്ലവം ഒരു സംഘടിത അട്ടിമറിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. ബോൾഷെവിക്കുകളുടെ ആസൂത്രിതമായ അട്ടിമറിയായിരുന്നു. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം റഷ്യയുടെ തലവനായത് VI ലെനിനാണ്. ലെനിൻ പ്രഖ്യാപിച്ച പ്രധാന നയങ്ങളാണ് ഭൂമി പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു, പിന്നെ ബാങ്കുകളും ഫാക്ടറികളും ദേശസാൽക്കരിച്ചു. ഒക്ടോബർ വിപ്ലവം ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഏത് തരത്തിലുള്ള വിപ്ലവമാണ് എന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ വർഷം 1918. റഷ്യയും കേന്ദ്രശക്തികളും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഇത് റഷ്യയും കേന്ദ്രശക്തികളും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ചുവന്ന സൈന്യം അഥവാ റെഡ് ആർമി രൂപീകരിച്ചത് ലിയോൺ ട്രോട്സ്കിയാണ്. ചുവന്ന സൈന്യം ആർക്കെതിരെയായിരുന്നു പോരാടിയത് എന്ന് ചോദിച്ചാൽ പ്രതി വിപ്ലവകാരികൾക്കെതിരെ, വൈറ്റ് ആർമിക്കെതിരെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിച്ചത് 1922. സോവിയറ്റ് യൂണിയൻ്റെ പൂർണ്ണരൂപം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്നതാണ്. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രസിഡന്റ് VI ലെനിനാണ്. ലെനിൻ 1924 അന്തരിച്ചത്. ലെനിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ തലവനായത് ജോസഫ് സ്റ്റാലിനാണ്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് റഷ്യൻ വിപ്ലവം എന്ന പുസ്തകം എഴുതിയത് EH കാറാണ്. ചൈനീസ് വിപ്ലവം ലോക ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ സംഭവമാണ് ഈ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ന് ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ ചിത്രം വരും. ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ അഡ്വാൻസ്മെൻറ്റിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ചൈനയ്ക്ക് വേറെ അതർ സൈഡും ഉണ്ട്. ഈയിടെ സോഷ്യൽ മീഡിയയിലേക്ക് അതിൻ്റെ ആ ഒരു സംഭവമൊക്കെ വൈറലായിരുന്നു. ഈ ദാരിദ്ര്യം പിടിച്ച ചൈനയുടെ മറുവശം. എന്നാലും ചൈന വേറെ കുറേ കാര്യങ്ങളിൽ വൻ ഡെവലപ്മെൻറ്റും ഐറ്റങ്ങളും ഒക്കെയാണ്, നമുക്കറിയാമല്ലോ.
പക്ഷേ ഇതുപോലെയൊന്നും ആയിരുന്നില്ല പണ്ട് കാലത്ത് ചൈന. നമ്മൾ ഇന്ത്യക്കും ഇന്ന് കുറേ ഈ പറഞ്ഞ പോലെ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയും ഇതുപോലെയൊന്നും ആയിരുന്നില്ലല്ലോ കുറേ വർഷങ്ങൾ. അധിനിവേശത്തിനൊക്കെ മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോക GDP-യുടെ തന്നെ വലിയൊരു ശതമാനം ഉൾപ്പെടുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആയിരുന്നു ഈ ഒരു ഭാരതത്തിൻ്റെ അന്നത്തെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അധിനിവേശമൊക്കെ കാരണം ഇവിടെ കുറേ നാശങ്ങളൊക്കെ വന്ന് അങ്ങനെ അല്ല ഈ ഒരു നാടിങ്ങനെ ആയിപ്പോയത് കുറേ കാരണങ്ങളുണ്ട്. നമ്മുടെ ശശി തരൂരിൻ്റെ ഒരു UK-ലെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, യൂട്യൂബിലൊക്കെ അതുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഇന്ത്യ ഏത് ലെവലായിരുന്നു പണ്ട്. ഇപ്പോൾ ഇന്ത്യ അന്ന് അങ്ങനെയായിരുന്നു, പിന്നെ ഇന്ത്യ ഇങ്ങനെയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്. എന്നാലും ഇന്ത്യ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് പാതയിൽ തന്നെയാണ് അല്ലേ. ഇപ്പം ചൈനയും അതിനേക്കാട്ടിലും വലിയ ഡെവലപ്മെൻറ്റ് പാതയിൽ തന്നെയുണ്ട്. പക്ഷേ ചൈന പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ സിക്ക് മാൻ ഓഫ് ഏഷ്യ, ഏഷ്യയിലെ രോഗി എന്നൊക്കെയാണ് ഈ ചൈനയെ വിശേഷിപ്പിച്ചിരുന്നത് പണ്ട് കാലത്ത്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ചൈന ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. ഈ ചൈനീസ് വിപ്ലവം പ്രധാനമായും 2 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. 1911 ആദ്യത്തെ വിപ്ലവവും 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ആദ്യത്തെ വിപ്ലവം ആദ്യം 1911 ആദ്യത്തെ വിപ്ലവവും അതുപോലെ 1949 നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ചൈനീസ് വിപ്ലവം നടന്നത്. നമുക്ക് ഈ 11 വിപ്ലവത്തിലേക്ക് വരാം. ആദ്യം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നത് മഞ്ചു എന്ന് പറയുന്ന ഒരു രാജവംശമാണ്. ആരാണ്? മഞ്ചു എന്ന് പറയുന്ന ഒരു രാജവംശമാണ് 1911 കാലയളവിൽ ചൈന ഭരിച്ചിരുന്നത്. ക്വിങ് രാജവംശം എന്നും ഈ ഒരു മഞ്ചു രാജവംശത്തിന് പേരുണ്ട്. എന്താണ്? ക്വിങ്. ആ ഒരു വാക്കെന്ന് ഓർത്തണം. ക്വിങ് എന്ന പേരും ഈ ഒരു മഞ്ചു രാജവംശത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ മഞ്ചു രാജവംശത്തിന്റെ ദുർഭരണത്തിനൊക്കെ എതിരെ ഡോക്ടർ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഈ ഒരു മഞ്ചു രാജവംശത്തിന്റെ ദുർഭരണത്തിനൊക്കെ എതിരെ ഡോക്ടർ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വിപ്ലവമാണ് 11 ചൈനീസ് വിപ്ലവം. ആരാണ്? സൺ യാത് സെൻ. പേരൊക്കെ ഇപ്പം തന്നെ പഠിച്ചു വെക്കണം. ഈ ഒരു വിപ്ലവത്തോടെയാണ് ചൈനയിലെ രാജഭരണത്തിന് ഒരു അവസാനമായത്. ചൈനയിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന പുയി, പേരാണ് പുയി അതോടെ അധികാരത്തിൽ നിന്നും പുറത്തായി. അപ്പോൾ 11 ഈ ഒരു വിപ്ലവത്തോടെ ചൈനയിലെ രാജഭരണത്തിനൊക്കെ ഏകദേശം ഒരു അവസാനം തീരുമാനമായി. അങ്ങനെ ചൈനയിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന പുയി അധികാരത്തിൽ നിന്നും പുറത്തായി. ഓക്കെ. വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഈ ഡോക്ടർ സൺ യാത് സെൻ ആണ് ആധുനിക ചൈനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആധുനിക ചൈനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഈ ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ സൺ യാത് സെൻ ആണ്. അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണ് കുവോ മിൻറ്റാങ് പാർട്ടി. എന്താണ്? നാഷണലിസ്റ്റ് പാർട്ടി അഥവാ കുവോ മിൻറ്റാങ് പാർട്ടിയാണ് സൺ യാത് സെൻ രൂപീകരിച്ചത്. ഈ PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങൾ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാത് സെന്നിൻ്റെ 3 പ്രധാന തത്വങ്ങൾ. അതായത് നാഷണലിസം, ഡെമോക്രസി, ലൈവ്ലിഹുഡ് ഇവയാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. 1912 ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുകയും സൺ യാത് സെൻ ആദ്യത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. അങ്ങനെ 1912 ഏത് വർഷമാണ്? 11 വിപ്ലവം, 12 ചൈന റിപ്പബ്ലിക്കായി മാറുകയും സൺ യാത് സെൻ ആദ്യത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. കേട്ടങ്ങ് പോയിന്റുകൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് 1949 കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ പറ്റിയാണ്. ഈ 21 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP രൂപീകൃതമായത്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CCP രൂപീകൃതമായത്. ഈ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാവായി മാറിയത് മാവോ സേത്തുങ് ആയിരുന്നു. മാവോ സേത്തുങ് 21 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ഈ പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവായി മാവോ സേത്തുങ് മാറുകയും ചെയ്തു. മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ റെഡ് ആർമി, കമ്മ്യൂണിസ്റ്റ് സേന. അപ്പോൾ മാവോയുടെ നേതൃത്വത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സേനയായ റെഡ് ആർമി 1934 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വലിയ യാത്ര അങ്ങ് നടത്തി. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഇങ്ങനെ ചിട്ടയായി ഒന്ന് മനസ്സിലാക്കി പോക്കണം ആ ഒരു ടൈം ലൈൻ. അപ്പം 21 ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. ഇതിൻ്റെ ഒരു കരുത്തുറ്റ നേതാവായി മാറിയത് മാവോ സേത്തുങ് ആണ്. ഈ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സേനയാണ് റെഡ് ആർമി. കമ്മ്യൂണിസ്റ്റ് സേനയായ റെഡ് ആർമി 34 മുതൽ 35 വരെയുള്ള ആ ഒരു കാലയളവിൽ ഒരു വലിയ യാത്ര അങ്ങ് നടത്തി. 6000 മൈലോളം ദൂരം സഞ്ചരിച്ച് ഈ ഐതിഹാസിക യാത്രയാണ് ചരിത്രത്തിൽ
ദ ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത്. ദ ലോങ് മാർച്ച് ഏതാണ്? ഈ ഒരു 34 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ വലിയ യാത്ര, 6000 മൈലോളം ദൂരം സഞ്ചരിച്ച ആ ഒരു ഐതിഹാസിക യാത്രയാണ് ദ ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത്. ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ 49 ഒക്ടോബർ 1-ാം തീയതി മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പൂർണ്ണമായും നിലവിൽ വന്നു. അങ്ങനെ 1949 ഒക്ടോബർ 1-ാം തീയതി മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന പൂർണ്ണമായും നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചൈനീസ് വിപ്ലവത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ, കഥകൾ ഇതിനകത്തുണ്ട്. ഒരു പരീക്ഷാ പോയിന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടെ ഞാൻ പറയാം. ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ റേ, ആരാണ്? ജോൺ റേ ചൈനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു നയമാണ് ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി. അതുപോലെ പ്രശസ്തമായ ബോക്സർ കലാപം 1899 ബോക്സർ കലാപം. അപ്പോൾ ഈ ഒരു ബോക്സർ കലാപം, പിന്നെ തായ്പിങ് കലാപം എന്നിവ നടന്നത് ചൈനയിലാണെന്ന് ഓർക്കണം. 1899 ബോക്സർ കലാപം ചൈനയിലാണ്, പിന്നെ തായ്പിങ് കലാപം നടന്നത് ചൈനയിലാണെന്നൊക്കെ ഓർക്കണം. അതുപോലെ 66 മാവോ സേതുങ് ആരംഭിച്ച വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം. 1966 ഈ മാവോ സേതുങ് ഒരു സാംസ്കാരിക വിപ്ലവമൊക്കെ ആരംഭിച്ചു, ഒരു കൾച്ചറൽ റവല്യൂഷൻ. ഈ വിപ്ലവകാലത്ത് മാവോ രൂപീകരിച്ച യുവജന സേനയാണ് ചുവപ്പ് കാവൽക്കാർ അല്ലെങ്കിൽ റെഡ് ഗാർഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1966 മാവോ സേതുങ് ഒരു വിപ്ലവം, കൾച്ചറൽ റവല്യൂഷൻ ആരംഭിച്ചു. ആ ഒരു കാലത്ത് യുവജന സേന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചുവപ്പ് കാവൽക്കാർ എന്ന ഒരു മാവോ രൂപീകരിച്ച ഒരു സംഘം ആ ഒരു വിപ്ലവ കാലത്ത് രൂപീകരണമായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാനിവിടെ പറഞ്ഞ ചൈനീസ് വിപ്ലവത്തിന് മൊത്തത്തിലുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്.